നമ്മുടെ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. നമുക്ക് റൂൾസ് എല്ലാം അറിയാം. ജസ്റ്റ് റൂൾസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ലീഡിങ് സീറോസ്, ട്രെയിലിംഗ് സീറോസ് ഒക്കെ റൂൾസ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ് ദ ആൻസർ ഈസ് 3. ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. സോ ദ ആൻസർ ഈസ് 3 എന്ന് ഡയറക്റ്റ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയമെൻഷണൽ ഫോർമുല a by b കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദേ ഹാവ് ഗിവൺ ആൻ ഇക്വേഷൻ. സോ നമുക്ക് കാണാം y is equal to, I will write here, w is equal to a plus x divided by b എന്നുണ്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ w into b is equal to a plus x എന്ന് കിട്ടും. സോ ഫ്രം ദിസ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് സെൽഫ് നമുക്ക് കിട്ടും എയുടെ ഡയമെൻഷനും എക്സിന്റെ ഡയമെൻഷനും സെയിം ആണ്. സോ ഐ ക്യാൻ റൈറ്റ് എയുടെ ഡയമെൻഷൻ ഈക്വൽ ടു എക്സിന്റെ ഡയമെൻഷൻ ഓർ എൽ എന്ന് കിട്ടും. ആൻഡ് ബിയുടെ ഡയമെൻഷൻ ഫ്രം ദിസ് ഐ ക്യാൻ കാൽക്കുലേറ്റ് w into b is equal to L ആയിരിക്കും. സോ b is equal to L divided by ബിയുടെ ഡയമെൻഷൻ ml സ്ക്വയർ, ഐ മീൻ w ml സ്ക്വയർ t raised to ml സ്ക്വയർ t raised to -2 ആണ്. L ക്യാൻസൽ ആവുന്നു. ആൻഡ് ഐ എം ഗെറ്റിംഗ് m raised to -1 L raised to -1 t സ്ക്വയർ എന്ന് കിട്ടും. സോ ഫ്രം ദിസ് a by b ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ടു കാൽക്കുലേറ്റ് a by b എന്ന് പറയാം. a by b എന്ന് പറയുമ്പോൾ രണ്ടുകൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ L ഡിവൈഡഡ് ബൈ, സോ m1 L സ്ക്വയർ t raised to -2 എന്ന് വരും അല്ലേ. നമ്മുടെ ഓപ്ഷൻ 2 ആണ് വരിക. ആൻസർ ഓപ്ഷൻ 2. Okay. So moving on to our third question, the percentage error in measurement of side of a cube and mass is given. Density ആണ് ചോദിക്കുക. So you can use the equation directly. Density is equal to mass divided by volume ആണ്. So delta densityയുടെ error ആണ് ചോദിച്ചിരിക്കുന്നത്. Delta rho by rho is equal to delta m divided by m. Volume I can write as mass L cube എന്ന് എഴുതാം. So I can write 3 into delta L by L. So adding I am getting 2 into 3 6 plus 3 9 എന്ന് വരും. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 2 അല്ല 3, ഓപ്ഷൻ 3 വരും. 6 plus 3 plus 6. Okay, so option 3. Moving on to next question, which of the following is dimensionless എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അല്ല, ബോൾസ്മാൻ കോൺസ്റ്റന്റ് അല്ല, മാഗ്നിഫിക്കേഷൻ ഓഫ് മിറർ ആണ് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ്. നെക്സ്റ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ദാറ്റ്സ് ഓൾസോ നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസ് എന്നാണ്. v is equal to alpha into 4 e raised to minus beta t എല്ലാം കൊടുത്തിട്ടുണ്ട്. ബീറ്റ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫ്രം ദിസ് ഐ ക്യാൻ റൈറ്റ് ബീറ്റ is equal to 1 divided by xt എന്ന് കിട്ടും. So I know L raised to -1 t raised to -1 ആണ്. So beta square will be L raised to -2 t raised to -2 m0 വരും. So our fifth question answer option 3 ആയിരിക്കും. So moving on to sixth question, a wave function is given by an equation is given. Which of the following expression is different from other എന്നാണ് ചോദിച്ചിരിക്കുക. സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്. സിക്സ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോഴേക്കും സിക്സ് ക്വസ്റ്റ്യൻ ഐ എം ഗെറ്റിംഗ് sixth question, RT യുടെ dimension. So I can write R is equal to, anyway R is equal to 1 divided by T ആയിരിക്കും. So dimension of R is equal to 1 by T ആയിരിക്കും. And dimension of P is Y യുടെ dimension തന്നെ ആയിരിക്കും, I mean L തന്നെ ആയിരിക്കും. Q യുടെ dimension Q is equal to 1 divided by L ആയിരിക്കും വരിക. Q യുടെ dimension P log Q x എന്നല്ലേ. സോ ക്യൂയുടെ ഡയമെൻഷൻ വിൽ ബി ഈക്വൽ ടു 1 by L ആയിരിക്കും. പിയുടെ ഡയമെൻഷൻ ഈക്വൽ ടു L ആയിരിക്കും. ആറിൻ്റെ ഡയമെൻഷൻ 1 by T ആയിരിക്കും. സോ y ഇൻറ്റു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഗെറ്റിംഗ് y ഇൻറ്റു ആർ മീൻസ്, സോ ഡിസ്റ്റൻസ് ഇൻറ്റു ആർ, y ഇൻറ്റു ആർ മീൻസ് L t raised to -1 എന്ന് കിട്ടും. P ഇൻറ്റു ആർ ഈസ് ഓൾസോ P ഇൻറ്റു ആർ ഈസ് L t raised to -1 കിട്ടും. R by Q ഈസ് R divided by Q is, so R divided by Q means L t raised to -1 എന്ന് കിട്ടും. Q into R will be, Q into R മാത്രം കിട്ടൂല അല്ലേ. സോ 6 ആയിരിക്കും, ഓപ്ഷൻ 6 ആയിരിക്കും വരുന്നത്. നമ്മുടെ സിക്സ്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. 6 ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ ഈ സെയിം എന്ന് തന്നിട്ടുണ്ട്. അല്ല, യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ റേഡിയനും യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ സ്റ്റെറേഡിയനും ആണ്. യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ റേഡിയൻ എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും തെറ്റാണ് അല്ലേ. സോ ഓപ്ഷൻ 4 ആണ്. അസേർഷൻ ആൻഡ് റീസൺ ബോത്ത് ആർ റോങ്. സോ ആൻസർ 4 ആണ്, ഓപ്ഷൻ 4. യാ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വാല്യൂ ഓഫ് 20 joule ഓഫ് എനർജി ഈസ് കൺവേർട്ടഡ് എന്ന് പറയുന്നത് എനർജി കൺവേർഷൻ ആണ്. സോ യു ക്യാൻ യൂസ് ദ ഇക്വേഷൻ N2 is equal to N1 into M1 divided by M2 and L1 divided by L2 raised to 2, T1 divided by T2 raised to -2. So from this point I am getting N2 is equal to 20 into M1 by M2 is alpha, 1 by alpha, and
L1 by L2 is 1 by beta given, and T1 by T2 is 1 by gamma raised to minus 2. Yeah. So I am getting 20 divided by alpha beta gamma square എന്ന് കിട്ടുന്നു option 3. So our answer is option 3. Ninth question, a train travels long, opposite direction ആണ്, time of crossing ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. So time of crossing T is equal to total distance by total time. Crossing എന്ന് പറയുമ്പോൾ total distance രണ്ട് ട്രെയിനിന്റെ ഡിസ്റ്റൻസ് ആഡ് ചെയ്യുക, so 1600, and total velocity, velocity എന്ന് പറയുമ്പോൾ ഇവരുടെ റിലേറ്റീവ് വെലോസിറ്റി ഓപ്പോസിറ്റ് ഡിറക്ഷൻ അല്ലേ. സോ യു ക്യാൻ ആഡ് 2 into 36 divided by 5 by 18 കൺവേർട്ട് ചെയ്യാണ്. സോ 18 to 4, so what I am getting, so 4 16 divided by 4 എന്ന് കിട്ടും. സോ 9ന്റെ ഓപ്ഷൻ നമുക്ക് കിട്ടുക ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും അല്ലേ. സോ ഓപ്ഷൻ എത്ര കിട്ടും, 1, ഓപ്ഷൻ 1. So total length divided by relative velocity ആണ്. Total length is 800 1600 ആണ്. Velocity എന്ന് പറയുമ്പോൾ ഇവരുടെ relative velocity ആണ്. So relative velocity നമ്മൾ just എന്ത് ചെയ്യും, just add ചെയ്താൽ മാത്രം മതി. You are getting, so you are getting option 1 as the answer, option 1. Okay, 9th option, option 1 ആണ്. So moving on to next question, a balloon is going vertically up with a velocity is given, ഒരു velocity തന്നിട്ടുണ്ട്. When it is 60 meter above the ground, stone is released from it. Time taken by the stone to reach the ground ആണ് ചോദിച്ചിരിക്കുക. So time taken by the stone to reach ground എന്ന് പറയുമ്പോൾ നമ്മുടെ 10th question ആണ്. You can do like this, നമ്മുടെ kinetic equation ആണ്. So initial velocity of the object will be 20 meter per second ആണ്. Okay. So initial velocity 20 ആണ്. When it is 60 meter above the ground, stone is released from it. 20 meter per second ആണ്. Time ആണ് ചോദിച്ചിരിക്കുന്നത്. So you can use S is equal to ut plus half at square യൂസ് ചെയ്ത് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിസ്റ്റൻസ് -60 എടുക്കുക. സോ നമുക്കൊരു ഇക്വേഷൻ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടൈം ഈക്വൽ ടു 6 സെക്കൻഡ് എന്ന് കിട്ടും. സോ ജസ്റ്റ് ഡു ദ ഇക്വേഷൻ, ജസ്റ്റ് ഒന്ന് ആ ടൈമിനും ഡിസ്റ്റൻസിനും ടൈമിനും എല്ലാം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. So our 10th question answer option 4 ആണ്. 10 option 4 ആണ്. I was cross checking. So 11th question, position of a particle is given, x is equal to എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. So I can write velocity ആണ് ചോദിക്കുക. So just differentiate ചെയ്യുക. dx by dt is equal to 60 plus 4 എന്ന് കിട്ടും. Time equal to 2 second ആണെങ്കിൽ 12 plus 4 16 meter per second എന്ന് കിട്ടി. ഡയറക്റ്റ് ആണ്. 11 option 4. 11 option 4 ആണ്. Okay. Then 12th question, a person is driving a car with a speed is given. So when he sees something, a cow on the road, the distance moved by the person before he applies brake, അതായത് റിയാക്ഷൻ ടൈം ഓഫ് ദ പേഴ്സൺ ആണ് ചോദിച്ചിരിക്കുക. എനിവേ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ്. ഡിസ്റ്റൻസ് ഈസ് 5 ആണ്. വെലോസിറ്റി 54 into km/h meter per second 3 കട്ട് ചെയ്യുന്നു. സോ ഐ എം ഗെറ്റിംഗ് 1/3 എന്ന് കിട്ടുന്നു. 1/3 0.33. സോ 12 option 2. 12 option 2. 12 option 2. So moving on to next question, 30th question, distance moved by the particle in nth second and distance at nth second ആണ് ചോദിച്ചിരിക്കുക. So I know Sn equal to, we know the equation, u plus a by 2 into 2n minus 1, the first equation, and it is starting from rest എന്ന് തന്നിട്ടുണ്ട്. So I know Sn equal to a by 2 into 2n minus 1, a by 2 into 2n minus 1, and the distance s is equal to, I know ut plus half at square ആണ്. So from that ut 0, initial velocity 0 ആണ്. So I know s is equal to half a n square ആണ്. So while dividing I am getting 2n minus 1 divided by n square എന്ന് കിട്ടും. Everything get cancelled. So I am getting option 1. 30 option 1. And 14th question, velocity of a body is given by this much equation and velocity. So I can differentiate. dv by dt I am getting acceleration. dv by dt is equal to 0.1 into t square. So 0.2 into t എന്ന് കിട്ടും. That means acceleration is varying with respect to time ആണ്. So uniform retardation അല്ല, uniform acceleration അല്ല. So it will be non-uniform acceleration. 14 option 3 ആയിരിക്കും. 14 option 3. Yeah. So moving on to next question, a boy completes one round of a circular track of radius this much in 50 seconds. Displacement ആണ് ചോദിച്ചിരിക്കുക. So first I want to find the time 4 minute 10 second എന്നുള്ള full in seconds I am getting 4 into 60, right? So total time will be 4 into 60 plus 10. So I am getting 250 എന്ന് കിട്ടും time.
250 ആകുമ്പോൾ ഓരോ 50ൽ ഇറ്റ് കംപ്ലീറ്റ്സ് 1 സർക്കിൾ ആണ്. സോ ടോട്ടൽ 250 ആകുമ്പോൾ 5 സർക്കിൾസ് കംപ്ലീറ്റ് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ബി അറ്റ് ഇറ്റ്സ് ഇനിഷ്യൽ പോയിന്റ് ആയിരിക്കും. സോ 15th ഓപ്ഷൻ 4 ആയിരിക്കും. 15 ഓപ്ഷൻ 4. Moving on to next question is stone is projected with velocities given. So I know kinematic equation v square minus u square equal to 2as. Okay, so v square is final velocity 10 root 3 square minus 30 square equal to 2a into s, 2g into s ആണ്. So you can from this equation you can calculate. So 1300 minus 900 400 വരും. So 400 by 20 meters എന്ന് കിട്ടും. ഓപ്ഷൻ 16 option 4 ആണ്. 16 option 4. Yeah. Okay. So moving on to next question. An object is projected with a velocity. This much velocity is given. So ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണാണ്. ഫസ്റ്റിൽ ഇതിൽ എനിവേ യു വോണ്ട് ടു ഡിഫറൻഷിയേറ്റ് ഓർ ഇൻറ്റഗ്രേറ്റ് നമ്മൾ സിമിലർ ടേംസ് ഒരേ ടേംസ് അല്ല ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. സോ ഐ ക്യാൻ റൈറ്റ് ഡി വി ഡിവൈഡഡ് ബൈ റൂട്ട് വി ഇസ് ഈക്വൽ ടു -5 dt എന്ന് എഴുതാം. And I know this equation I can write v raised to -1/2 into dv is equal to -5 dt എന്ന് എഴുതാം, right? And from this I can write yeah, you can integrate. So integrate ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Integrating I am getting v raised to 1/2 വരും, x raised to n+1 divided by n+1 1/2 വരും, ഒരു 2 കൂടെ ഇവിടെ വരും, equal to 5t എന്ന് വരും. Okay, മൈനസ് ഉണ്ട്. And if I am giving the values, velocity initial value 4 final value 0 ആണ്. Time initial value 0 final value time taken, yeah, final value ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. So I am getting 4 raised to 1/2 എന്ന് വരുമ്പോൾ 2 വരും. So 4 equal to -5 into t എന്ന് വരും, മൈനസ് ഉണ്ട്. So t will be equal to 4/5 option 2. t is equal to 4/5 എന്ന് വരും. 17 option 2 ആയിരിക്കും ആൻസർ. 17 option 2. 17. Next, moving a particle covers 1/3 of the distance with a v1 and another remaining with a speed v2 എന്ന് തന്നിട്ടുണ്ട്. So I am taking total distance as x. So x/3 distance is covered with a velocity v1 ആണ് and 2 remaining means 2/3, right? 2/3 x with a velocity v2 ആണ്. Suppose ഇതിന് രണ്ട് കേസിലും എടുത്ത ടൈം t1 ഉം t2 ആണെന്ന് വെച്ചു. So I know average speed or average speed I can write average speed equal to, how can I write? Average speed is equal to total distance divided by total time ആണ്, t1 plus t2. So from this I can substitute x divided by t1 is equal to x divided by 3v1, distance by velocity അല്ലേ time, x 2x divided by 3v2. So from this solving നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഏത് ഇക്വേഷൻ ആയിരിക്കും കിട്ടുക? So just solve it. x ഒക്കെ ക്യാൻസൽ ആവും. So 9v1 v2 divided by I am getting 6v1 plus 3v2 എന്ന് കിട്ടും. 3 ക്യാൻസൽ ആകുമ്പോൾ I am getting 3v1 v2 divided by 2v1 plus v2 എന്ന് കിട്ടും. 2v1 plus v2 option 3. 18 option 3. 18 option 3. Yeah. Moving on to next question. ഇത് ഗ്രാഫ് ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഗ്രാഫിൽ യു ക്യാൻ സി പൊസിഷൻ ടൈം ആണ്. സോ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ്, പോസിറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും. ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി. സോ എയുടെ ഓപ്ഷൻസ് വരുന്നത് P and R, right? Uniform velocity, positive acceleration. And second case, velocity is decreasing. Velocity is decreasing means negative acceleration ആണ്. That's also non-uniform ആണ്. So PS വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ 2 ആയിരിക്കും അല്ലേ കറക്റ്റ് വരിക. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള കേസ് ഫസ്റ്റ് നോക്കുക. സോ ഞാൻ ആദ്യം നോക്കിയത് ഡി, ഓപ്ഷൻ ഡി ആണ് നോക്കിയത്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണല്ലോ. സോ അങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ എല്ലാത്തിലും അവർ ഡി ക്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. So moving on to next question, then the velocity of A observed by B ആണ് ചോദിച്ചിരിക്കുക. Velocity of A observed by B means VA minus VB ആണ് ചോദിച്ചിരിക്കുക. VA minus VB means minus I, VA 4 minus plus 11 j cap എന്ന് വരും. minus I plus 11 j cap option 3. option 3 ആയിരിക്കും. 20 option 3 ആയിരിക്കും. And moving on to next question, the relation x is given instant when the velocity becomes 0 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. So I can find dx by dt is equal to 60 minus 12 60 minus 12 plus ഒന്നുമില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി. So 60 minus 12 എന്ന് കിട്ടി. And which is equal to 0 എന്ന് തന്നിട്ടുണ്ട്. magnitude of displacement when the velocity becomes 0 ആണ്. So time will be 2 seconds ആയിരിക്കും. So initially when time is equal to 0 ആയിരിക്കുമ്പോൾ x will be 12 ആയിരിക്കും. When time is equal to 2 seconds ആകുമ്പോൾ distance will be
12 plus 12 0 ആയിരിക്കും. So what will be the displacement of the particle എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Displacement of the particle will be what you are getting 12 meters എന്ന് കിട്ടും അല്ലെ 21 2. Okay. So 21 ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, തെറ്റിക്കരുത്, ബിക്കോസ് 0 കിട്ടുമ്പോൾ പെട്ടെന്ന് 0 ആണെന്ന് തിങ്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെക്ടർ സം ഓഫ് ഫോഴ്സസ് 10 Newton ആൻഡ് 6 Newton ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വി നോ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും അല്ലേ. സോ എ പ്ലസ് ബി മീൻസ് 16, എ മൈനസ് ബി മീൻസ് 4 ആയിരിക്കും. 4നും 16നും ഇടയ്ക്കായിരിക്കും എനിവേ ഇവരുടെ വെക്ടർ സമോ റിസൾട്ടന്റ്. 4നും 16നും ഇൻ ബിറ്റ്വീൻ വരുന്ന 8 മാത്രമേ ഉള്ളൂ. സോ 22 ഓപ്ഷൻ 2. 22 option 2. Moving on, next question, a vector is given and it is a unit vector എന്ന് തന്നിട്ടുണ്ട് and find the value of x. അങ്ങനെയാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത്. So I can find dimension, magnitude will be 1 for a unit vector. So I can find 0.3 ന്റെ square plus 0.5 ന്റെ square plus x square will be equal to 1 ആയിരിക്കും. So squaring I am getting 0.09 എഴുതാൻ മറക്കരുത്, plus 0.25 plus x square equal to 1 ആയിരിക്കും. റൂട്ട് മാറ്റി both sides taking the square. So x square is equal to I am getting ഇവിടെ 0.34 കിട്ടും. So 1 minus 0.34 എന്ന് പറയുമ്പോൾ 0.66 എന്നായിരിക്കും ആൻസർ കിട്ടിയത്. So x is equal to option 2 ആയിരിക്കും 0.66. Okay, so 23 option 2. Next question, particle moves in a circle ആണ് with a velocity. ഇതിന്റെ ആൻസർ നമുക്ക് അറിയാം. വെലോസിറ്റി ആക്സലറേഷൻ is equal to omega square r ആണ്. So omega is equal to 2 pi f ആണ്. So 4 pi വരും. So 4 pi square into 25 into 10 to the power minus 2 വരും, because centimeter അല്ല. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ you are getting 4 pi square എന്ന ആൻസർ കിട്ടും. Okay, option 3. 24 option 3 ആണ്. 24 option 3. Next question, the y equation of a projectile is given. I know y is equal to x tan theta minus x square divided x square tan theta divided by r ആണ്. So we have learned the equation x tan theta into in bracket 1 minus x by r എന്നാണ് പഠിച്ചിരിക്കുന്നത്. So ഞാൻ ആ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി and which is equal to 12x minus 3 by 4 x square എന്ന് കിട്ടും. Right. So from this I know tan theta is equal to x ആയിരിക്കും. ഇതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. Tan theta equal to 12 ആയിരിക്കും. And I know tan theta divided by r is equal to 3 by 4. So when substituting, which is 12 divided by 3 by 4 r, so cancelling 4, r equal to 16 meters എന്ന് കിട്ടും അല്ലേ. 25 option 4 ആയിരിക്കും. 25 option 4. Yeah, moving on to next question. A grasshopper can jump to a maximum height of 3.6 meters. 3.6 meters ആണ്. So maximum horizontal distance is range. R equal to I know R equal to u square sin 2 theta divided by g ആണ്. So maximum ആകുമ്പോഴേക്കും theta will be equal to 45 വരും. So I am getting u square divided by g ആണ് ഈ 3.6 എന്ന് കൊടുത്തിരിക്കുന്നത്. So from that I am getting u square equal to 36 and u is equal to 6 meter per second എന്ന് കിട്ടും. u is equal to 6 meter per second. I want to find the horizontal distance travelled by the grasshopper in 10 second ആണ് ചോദിച്ചിരിക്കുന്നത്. horizontal distance travelled കണ്ടുപിടിക്കാനായിട്ട് I know sx equal to ut plus half at square യൂസ് ചെയ്താൽ മതി. ut എങ്ങനെയായിരിക്കും? horizontal distance ux into t plus half gt square, half at square ചെയ്താൽ മതി. 80 ഒന്നും ഇല്ലല്ലോ, horizontal അല്ലേ, acceleration ഇല്ല. So sx equal to ux into t ചെയ്താൽ മതി. And ux means u cos theta ആണ്. u cos theta into t ആണ്. u cos theta means theta 45 അല്ലേ. So u is 6 by root 2 into 10. So 60 by root 2 എന്ന് കിട്ടും. So which will be 30 root 2. Option 4. 36 option. I'm sorry, 26 option 4. 26 option 4. Yeah. Moving on to next question. Yeah, a particle is moving in along the circumference of a circle ആണ്. So when it covers 60 degree cover ചെയ്യുമ്പോൾ I know ഇതും r ആണ്, ഇതും r ആണ്. So it is covering an equilateral triangle ആണ്. So the displacement of the particle അല്ലേ ചോദിച്ചിരിക്കുന്നത്. Displacement will be r itself. Displacement of the particle will be r ആയിരിക്കും. So next question, rain is moving vertically downwards ആണ്. So rain man problems നമ്മൾ കണ്ടിട്ടുണ്ട്. So rain is 6 meter per second ആണ് and person is riding a bicycle 8 meter per second എന്ന് കൊടുത്തിട്ടുണ്ട്. So ഏത് direction എന്നൊന്നും പറഞ്ഞിട്ടില്ല. So other direction എടുത്തു, മൈനസ് എടുക്കുമ്പോൾ എനിക്ക് 8 meter per second anyway in this direction കിട്ടും. And I want ഈ ഒരു direction ആയിരിക്കും ഇവരുടെ റിസൾട്ടന്റ്. സോ അംബ്രല്ല ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്യേണ്ട ആംഗിൾ ആണ് ചോദിച്ചിരിക്കുക. സോ സപ്പോസ് ദിസ് ഈസ് തീറ്റ ആണ്. ഐ ക്യാൻ ടേക്ക് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു I know tan theta is equal to 6 divided by 8 or 3 by 4 ആയിരിക്കും.
So theta is equal to tan inverse 3/4 and that value is given 37 എന്ന് തന്നിട്ടുണ്ട്. So 37 degree with the horizontal ആയിരിക്കും ആൻസർ വരും. Option 3, 28 option 3. Moving on to next question. Swimmer can swim to a velocity distance related to water കൊടുത്തിട്ടുണ്ട്. ഷോർട്ടസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് ഇങ്ങനെ പോവുക. ഐ മീൻ റിവറിന്റെ ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുക. സോ എന്താ ചോദിച്ചിരിക്കുന്നത്? ഷോർട്ടസ്റ്റ് ടൈം ആണ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ആണ്. ഡിസ്റ്റൻസ് ഈസ് 1200 ആൻഡ് റിലേറ്റീവ് വെലോസിറ്റി 2.5 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു എത്ര കിട്ടും? ഒരു 2.5 അല്ലേ? സോ ഒരു 480 കിട്ടും അല്ലേ? 480 സെക്കൻഡ്സ് കിട്ടും. So 480 minutes ആണ് divided by 60. So 8 minutes എന്ന് കിട്ടും. റൈറ്റ്. ഓപ്ഷൻ 2, 29 ഓപ്ഷൻ 2. 29 option 2. Moving on to next question. A plane is flying horizontally 98 meter per second, releases an object which reaches the ground in 10 seconds ആണ്. The angle made by the velocity of the object when it's hit the ground എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So I am just taking the velocity, നമ്മൾ horizontal component vertical component ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാണ്. So this will be Vx and this will be Vy ആയിരിക്കും അല്ലേ? എന്നിട്ട് നമ്മളോട് തീറ്റയാണ്, ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. Vx എന്ന് പറയുന്നത് 98 എന്ന് തന്നിട്ടുണ്ട് ആൻഡ് Vy ഈസ് ഫൈനൽ വെലോസിറ്റി അല്ലേ? ഹാഫ് v is equal to u plus 80. സോ g into t എടുത്താൽ മതി. 10 സെക്കൻഡ് ആണ്. സോ 98 എന്ന് അഗെയിൻ അതും കിട്ടും. സോ തീറ്റ വിൽ ബി, തീറ്റ എത്ര വരും? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വി വൈ ബൈ വി എക്സ് 98/98 1 കിട്ടും. സോ തീറ്റ വിൽ ബി 45 ആയിരിക്കും. 30 ഓപ്ഷൻ 4 ആയിരിക്കും നമുക്ക് കിട്ടുക. 30 ഓപ്ഷൻ 4. 30 ഓപ്ഷൻ 4. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്രൊജക്ടൈൽ റീച്ചസ് ഹാഫ് ഓഫ് ദ ഹൈറ്റ്. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ പ്രൊജക്ടൈൽ ആണ്. ഹാഫ് ഓഫ് ദ ഹൈറ്റ് വിത്ത് ഇല്ല. സോ ഈ h/2 ടു ഇവിടെ h/2 വരെ റീച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈം 10 സെക്കൻഡ് ആണെങ്കിൽ ദിസ് മച്ച് ഡിസ്റ്റൻസ് ഈസ് കവേർഡ് ഇൻ വിത്ത് 5 സെക്കൻഡ്സ് ആയിരിക്കും. So I can use s is equal to ut plus half at square. So you can use the equation and directly നമുക്ക് ആൻസർ എത്ര കിട്ടും? h/2 s is equal to ut plus half at square. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് I am getting the answer as 250 എന്ന് കിട്ടും. 31 ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോഴ്സിന്റെ ടേംസിൽ you have to write dimensions of length എഴുതുക. സോ ഐ നോ L proportional to f raised to a, u raised to b, t raised to c എന്ന് എഴുതി. And applying the dimensions m l t raised to minus 2 raised to a, u l t raised to minus 1 raised to b and t raised to c എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ആണല്ലേ. So I know m will be, I mean coefficient of a anyway 0 ആയിരിക്കും, മാസ് ഒന്നുമില്ല. And l I can write a plus b is equal to 1 ആയിരിക്കും. a 0 ആണ്, b is equal to 1 ആയിരിക്കും. And I know minus 2a minus b plus c is equal to 0 ആയിരിക്കും. a 0 ആണ്, so minus b plus c 0 ആണ്, minus b equal to minus c, b യും c യും 1 ആയിരിക്കും അല്ലേ. c is also equal to 1. ഓപ്ഷൻ 2, right? ഓപ്ഷൻ 2. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഗിവൺ. സർക്കിൾ ആണ് കൊടുത്തിട്ടുണ്ട്. ആക്സിലറേഷൻ ആണ് ചോദിച്ചിരിക്കുക. സോ ഐ നോ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഈക്വൽ ടു dv/dt ആണ്. സോ ഐ നോ 2t വരും അല്ലേ. 2t ടൈം 2 സെക്കൻഡ് എന്ന് തന്നുകൊണ്ട് 4 കിട്ടി. ആൻഡ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ v² ഡിവൈഡഡ് ബൈ r ആണ്. v ഈസ് ഗിവൺ, സോ t² റൈസ് ടു 2 ഡിവൈഡഡ് ബൈ r ആണ്. സോ r ഉം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐ എം ഗെറ്റിംഗ് 2 raised to 4 divided by 2, 2 raised to 3 or 8 എന്ന് കിട്ടും. And net acceleration will be root of this one, 4 square plus 8 square വരും. 64 plus 16 root 80 വരും. So answer will be root 80. Our option 2. Option 2 ആയിരിക്കും അല്ലേ. Yeah, moving on to next question. A person moves towards east west ഒക്കെ കൊടുത്തിട്ടുണ്ട്. 30 meters towards north കൊടുത്തിട്ടുണ്ട്. So east west north south. So I know 30 meters to north ആണെങ്കിൽ 30 j cap, 20 meters to east ആണെങ്കിൽ plus 20 I cap, and 30 root 2 meters south west എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാ 45 degrees വരും അല്ലേ. So I know plus 30 root 2 into cos 45 I cap minus I cap, right? Direction change ചെയ്തല്ലോ, minus I directionലല്ലേ. ഇതിനെ നമ്മൾ കോമ്പോണൻസ് ആക്കുകയാണെങ്കിൽ ഇത് എക്സും, ഐ മീൻ ഇത് എക്സും ഇത് വൈയും വരും. മൈനസ് അല്ല, പ്ലസ് 30 root 2 into sin 45 minus j cap എന്ന് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ആൻഡ് ഐ എം ഗെറ്റിംഗ്, സോ 30 j cap പ്ലസ് 20 I cap, കോസ് മൈനസ് വരും, 1/2 വരും. സോ ഐ എം ഗെറ്റിംഗ് minus 30 I cap
minus 30 j cap കിട്ടും. j cap cancel and I am getting minus 10 I cap എന്ന് വരും. minus I cap എന്ന് പറയുമ്പോൾ west ആയിരിക്കും, 10 meters ആയിരിക്കും magnitude, so option will be 3 ആയിരിക്കും. Next question, it is given magnitude of a plus b, so I know root of a square plus resultant I know root of a square plus b square plus 2ab cos theta ആണ്, 2ab cos theta ആണ്. a യും b യും ഒക്കെ സെയിം ആണെന്ന് തന്നിട്ടുണ്ട്, and which is equal to a എന്നും തന്നിട്ടുണ്ട്. so I know a square equal to a square plus 2a square cos theta വരും, 2a square cos theta വരും. so I know from this I can write a square 2a square minus a square വരുമ്പോഴേക്കും minus വരും. so minus 1 by 2 equal to cos theta എന്ന് കിട്ടും. so theta will be cos theta യുടെ value minus 120 വരും, right? option 2 വരും, 35 option 2. moving on to next question, projectile is projected with an angle theta initially ആണ്, പിന്നെ angle alpha എന്ന് തന്നിട്ടുണ്ട്. so I know anyway horizontal velocity constant ആയിരിക്കും. so I know ux is equal to u cos theta എന്ന് എഴുതാം, and കുറച്ച് കഴിഞ്ഞപ്പോൾ vx can be written as v cos alpha എന്ന് എഴുതാം, and they will be equal because horizontal component of velocity constant അല്ലേ. u cos theta equal to v cos alpha, and I want to find v is equal to u cos theta divided by cos alpha, and option 1. our answer is option 1. next question, slope of velocity, time graph, acceleration, and area means displacement ആയിരിക്കും. so 37 option 2 ആണ്. moving on to next question, രാഹുൽ stationary escalator ന്റെ കേസ് ആണ്. so ഇവിടെ നമ്മൾ relative velocity യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ velocity I mean, or you can write velocity of Rahul equal to distance divided by 20 എന്ന് എഴുതാം. velocity of Rahul with respect to escalator ആണ് ഇവർ d by 10 എന്ന്, distance divided by 10 എന്ന് തന്നിട്ടുണ്ട്, and this will be I know distance divided by time taken by Rahul plus distance divided by time taken by escalator. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ I am getting distance divided by time taken by the escalator is equal to subtract ചെയ്താൽ മതി. so I am getting d by 10 minus d by 20 എന്ന് കിട്ടും. so I am getting d എല്ലാം ക്യാൻസൽ ആവും, 20 minus 10 1 by 20 എന്ന് കിട്ടും അല്ലേ ആൻസർ. so time will be equal to 20 seconds എന്ന് കിട്ടും, 38 option 3 ആയിരിക്കും, 38 option 3. next question, a car accelerate from rest at constant rate 2 meter per second for some time and retard ചെയ്യുന്നു, total time ആണ്. so you can do like this kinematic equation ആണ്. so initially 2 meter per second ലുള്ള time, suppose I am taking initial time t, first I mean 2 meter per second move ചെയ്യുന്ന time t ആണ്. so 4 meter per second square ആകുമ്പോൾ that time become t by 2 ആവും, കുറച്ച് ടൈം പോരെ, മീൻസ് ഹാഫ് ആവും. so from this I can get t plus t by 2 equal to 3 second എന്ന് കിട്ടും. ഈ ഒരു പോയിന്റിൽ നിന്ന് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ഡിസ്റ്റൻസ് s is equal to ut plus half at square യൂസ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ut plus half at square യൂസ് ചെയ്ത് ഓരോ ടൈം s1 ഉം s2 ഉം കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ഓക്കെ അല്ലേ? എന്നിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് വിൽ ബി s1 plus s2. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നമ്മളോട് വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുക. സോ ഐ നോ വെലോസിറ്റി ആക്സലറേഷൻ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ചെയ്യാം. എന്നിട്ട് ഇതിൽ 0 ആവാനായിട്ട് എല്ലാ കേസിലും ആൻസേഴ്സ് ഓപ്ഷൻസ് കൊടുത്തു നോക്കാം മതി. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്, ഞാൻ ആ ടൈമിൻ്റെ ടേമിലെല്ലാം ഇത് 3 ഓപ്ഷൻസ് കൊടുത്തു നോക്കിയപ്പോൾ ഐ എം ഗെറ്റിംഗ് ബോത്ത് 1 and 2 എന്ന് കിട്ടും. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി മൂവ്സ് ഫ്രം വൺ സിസ്റ്റത്തിൽ നിന്ന് അനദറിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ന്യൂമറിക്കൽ വാല്യൂ മേ ചേഞ്ച്, ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്യും. Numerical value and unit will be remain constant. രണ്ട് കറക്റ്റ് ആണ്. സോ assertion and reason correct, option 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ഇക്വേഷൻ ഓഫ് ഐഡിയൽ ഗ്യാസിന്റെ ഒരു ഇക്വേഷൻ കൊടുത്തിരിക്കുകയാണ്. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ദ ഡയമെൻഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ എങ്ങനെ ചെയ്തത്, ഫുൾ ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ യൂസ് ചെയ്തു. സോ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓരോ ടേംസിന് ആഡ് ചെയ്യുന്ന ഓരോ ടേംസിനും സെയിം ഡയമെൻഷൻസ് ആയിരിക്കും. സോ അങ്ങനെ ഏതെങ്കിലും 2 ടേംസ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ആൻഡ് 42 അവർ ആൻസർ ബിക്കം 3 ആണ് ആൻസർ കിട്ടുക. ഡു ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഡയറക്റ്റ് ആൻസർ ആണ്. വി നോ m l raised to -1 t raised to -1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർസെൻറ്റേജ് എറർ ആണ്. മാക്സിമം പെർസെൻറ്റേജ് എറർ ഇൻ പവർ ആണ്. ആൻഡ് ഐ നോ പവർ ഈസ് ഈക്വൽ ടു w by t, ml square t raised to -3 ആണ്. സോ എല്ലാ എറേഴ്സ് എല്ലാം ആഡ് ചെയ്താൽ മതി. സോ a പ്ലസ് 2b പ്ലസ് 3z എന്ന് വരും. a പ്ലസ് ഓപ്ഷൻ 1 ആയിരിക്കും. അവർ ആൻസർ വിൽ ബി 44 ഓപ്ഷൻ 1 ആയിരിക്കും. ആൻഡ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും സെയിം ഒരു ഡയമെൻഷൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. f is equal to p sin theta plus q cos rt എന്നൊക്കെ വന്നിട്ട് ഇതിലെ ഡയമെൻഷൻ ഫോർമുല ഓഫ് r by pq ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ മാത്രം യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് 45. ആൻസർ ഓഫ് 45 വാസ് ഓപ്ഷൻ 2 എന്ന് കിട്ടും. ഓപ്ഷൻ 2 ആയിരിക്കും കിട്ടുക.
m raised to do it m raised to -2 l raised to -2 t cube എന്നായിരിക്കും ആൻസർ കിട്ടുക. 45 ഓപ്ഷൻ 2 ആയിരിക്കും കിട്ടുക. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു ഓൾ. ഐഡിയ സ്റ്റുഡൻസ്, എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? നന്നായിട്ട് എഴുതിയോ? ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കി കാണുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്ന ക്വസ്റ്റ്യൻസിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കെമിസ്ട്രിയെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ബേസിക് കോൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ 1.7 ഗ്രാം ഓഫ് അമോണിയ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോർമുല ഉപയോഗിച്ചാൽ മതി. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 മോളിക്യൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അമോണിയയുടെ മോളാർ മാസ് എന്താണെന്ന് അറിയാം, അവഗാഡ്രോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 മോളിക്യൂൾ ഓഫ് അമോണിയ. ഒരു അമോണിയയിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ ആറ്റോമിക് നമ്പർ നോക്കി വെച്ചാൽ പറ്റും. കാരണം ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിൽ എപ്പോഴും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 10 അല്ല കിട്ടുന്നത്. സോൾവ് ചെയ്യാമല്ലോ. ഓപ്ഷൻ നമ്പർ ഏതാ വരുന്നത്? ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, an element X having following isotopic composition. അതായത് അതിന്റെ ആ പെർസെന്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിക്കേ നിങ്ങൾ, X അറ്റോമിക് മാസ് 120 ഉള്ള ഐസോടോപ്പിന്റെ പെർസെന്റേജ് 60%, 122 ഉള്ള ഐസോടോപ്പിന്റെ പെർസെന്റേജ് 30%, 119 ഉള്ള ഐസോടോപ്പിന്റെ പെർസെന്റേജ് 10%. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പെർസെന്റേജ് തന്നിട്ടുണ്ടെങ്കിലുള്ള ഫോർമുല sum of percentage into isotopic mass divided by 100. Okay, ശരിയാണല്ലോ. ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല കൊടുത്താൽ മതി, നമുക്ക് ആൻസർ നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻസർ നമുക്ക് കിട്ടുന്നത് 120.5. ഓക്കെ, 48th ക്വസ്റ്റ്യൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണെന്നുള്ളത്. ഒരൊറ്റ കാര്യമേ നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുവാണെങ്കിൽ ഡിഫറന്റ് മാസ് പൊസസ് ചെയ്യുന്ന എലമെന്റുകളുടെ മാസുകളുടെ റേഷ്യോ എപ്പോഴും സിമ്പിൾ ആയിരിക്കണം. നിങ്ങൾ ഇവിടെ തന്നെ നോക്കി വെച്ചാൽ മതി. നമുക്കിവിടെ രണ്ട് എലമെന്റുകളല്ല കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് എലമെന്റിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ എലമെന്റുകൾ വരുന്ന കോമ്പൗണ്ടുകൾ ഏതെങ്കിലും ഉണ്ടോ നോക്കി വെച്ചാൽ മതി. ഓപ്ഷൻ നമ്പർ 2 പ്രശ്നം എന്താണ്? എലമെന്റ് ആയിട്ട് ഏതൊക്കെയുണ്ട്? കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയല്ലേ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യാതെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് റിക്വയർഡ് ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് 0.05 മോൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അതായത് 0.05 മോൾ ഓഫ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ എടുക്കുവാണെങ്കിൽ എത്ര മോൾ കാൽഷ്യം കാർബണേറ്റ് വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ബാലൻസ്ഡ് ഇക്വേഷൻ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ പോരെ. കാൽഷ്യം കാർബണേറ്റ് സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? കാൽഷ്യം സൾഫേറ്റ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ് ആണല്ലോ. ബാലൻസ്ഡ് ആണല്ലോ റിയാക്ഷൻ. അപ്പോൾ ഇക്വേഷൻ പ്രകാരം 1 മോൾ കാൽഷ്യം കാർബണേറ്റിന് എത്ര മോൾ സൾഫ്യൂരിക് ആസിഡ് വേണം? 1 മോൾ സൾഫ്യൂരിക് ആസിഡ് അല്ലേ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ 0.05 മോൾ സൾഫ്യൂരിക് ആസിഡ് എടുക്കുവാണെങ്കിൽ എത്ര മോൾ കാൽഷ്യം കാർബണേറ്റ് വേണം? അതേ നമ്പർ ഓഫ് മോൾസ് തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ നമ്പർ 2 അല്ലേ വരുന്നത്. ഓക്കെ, 50th ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഒബ്സർവേഷൻ. അത് നമുക്കൊരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ടേബിൾ പ്രകാരം ഇതിൽ ഏത് ലോ ആണ് ഒബേ ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. എന്താണേലും രണ്ട് കോമ്പൗണ്ടുകളാണ് തന്നിരിക്കുന്നത്. നാച്ചുറൽ സാമ്പിളും തന്നിട്ടുണ്ട്, അതായത് രണ്ട് സാമ്പിളുകളാണ് തന്നിരിക്കുന്നത്. നാച്ചുറൽ സാമ്പിളും തന്നിട്ടുണ്ട്, സിന്തറ്റിക് സാമ്പിളും തന്നിട്ടുണ്ട്. ഏത് സാമ്പിൾ എടുക്കുവാണെങ്കിലും, നാച്ചുറൽ സാമ്പിൾ ആയിക്കോട്ടെ സിന്തറ്റിക് സാമ്പിൾ ആയിക്കോട്ടെ, ഏത് സാമ്പിൾ എടുക്കുവാണെങ്കിലും അതിലുള്ള കാർബണിന്റെയും ഓക്സിജന്റെയും പെർസെൻറ്റേജ് സെയിം ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് കോമ്പോസിഷൻ സെയിം ആണല്ലോ. ഏത് ലോ ആയിരിക്കും? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലേ. ഓക്കെ, മാസ് റേഷ്യോ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ നമുക്ക് തന്നിട്ടുണ്ട്. മാസുകളുടെ റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ചോദ്യം. മാസുകളുടെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് മാസ് ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് നൈട്രജൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 4/7. നമ്പർ ഓഫ് മോൾസിന്റെ റേഷ്യോ കണ്ടുപിടിക്കുക. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ആരാടാ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് ഗിവൺ മാസ് ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഓക്സിജൻ ഹോൾ ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് നൈട്രജൻ ആണല്ലോ. ജസ്റ്റ് ഇവരുടെ വാല്യൂ മാത്രം നിങ്ങളൊന്ന് കൊടുത്തു നോക്കിക്കേ. ഗിവൺ മാസ് ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഓക്സിജൻ ഇൻറ്റു
എന്താണെങ്കിലും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ ഉപയോഗിച്ച് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അങ്ങനെ റെസിപ്രോക്കൽ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നതാണല്ലോ കിട്ടുന്നത്. ഇതിൽ മാസ് ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് നൈട്രജൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജനും അറിയാം, മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജനും അറിയാം. സോൾവ് ചെയ്യത്തില്ലേ? സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 1:2 ആണ്, 1/2. ഓക്കെ, ഇത് നമുക്ക് ഈ അടുത്ത് നമ്മുടെ എംപിരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിച്ചേക്കുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട് കാർബണും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്, പിന്നെ ഓക്സിജനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്മൾ ഈ തന്നിരിക്കുന്ന കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ പേഴ്സൻറ്റേജിൽ നിന്ന് ഗ്രാമിലേക്ക് നമ്മൾ മാറ്റുന്നു. 40 ഗ്രാം ആണ്, 6.67 ഗ്രാം ആണ്, 53.3 ഗ്രാം വന്നു. ഇനി നമ്മൾ ഇതിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നു. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി അറ്റോമിക് വെയിറ്റും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി? അറ്റോമിക് വെയിറ്റും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചതിന് ശേഷം ലീസ്റ്റ് നമ്പർ ഓഫ് മോൾസ് ഉപയോഗിച്ച് എല്ലാ നമ്പർ ഓഫ് മോൾസിനെയും ഡിവൈഡ് ചെയ്യുക, ഹോൾ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുക, എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം ഞാനിവിടെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 3.3 ആണ്. ഹൈഡ്രജൻ 6.67, ഓക്സിജനും 3.3 ആണ്. ഇതിലെ ലീസ്റ്റ് നമ്പർ ഓഫ് മോൾസ് 3.3 ആണല്ലോ. 3 പേരെ ലീസ്റ്റ് നമ്പർ ഓഫ് മോൾസ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്നു. 1:2:1. ഓപ്ഷൻ ഏതാ വരുന്നത്? ഹൈഡ്രജൻ ആണ് 2 വരുന്നത്, ബാക്കി 2 പേരും ഓരോന്ന് വെച്ചിട്ട്. ഓപ്ഷൻ നമ്പർ ഏതാ വരുന്നത്? ഓപ്ഷൻ നമ്പർ 2 അല്ലേ വരുന്നത്? CH2O അല്ലെങ്കിൽ H2CO. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, the mass of 3.01 into 10⁻²4 atoms of triatomic gas is 80 gram. The molecular mass of gas. മോളിക്കുലാർ മാസ് ഏതാണെന്ന് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. ട്രൈ അറ്റോമിക് ഗ്യാസ് ആണ്. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക. എന്താണെങ്കിലും നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി ചെയ്താൽ പോരെ. അറ്റോമിസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ട്രൈ അറ്റോമിക് ഗ്യാസ് ആണ്. അറ്റോമിസിറ്റി 3 ആണ് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടില്ലേ, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 4. ഓക്കെ, ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 24 gram of carbon is mixed with 80 gram of oxygen, amount of carbon dioxide produced. അതായത് 24 ഗ്രാം കാർബണും 80 ഗ്രാം ഓക്സിജനുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏതാണ് ലിമിറ്റിംഗ് റിയാജന്റിന്റെ മെത്തേഡാണ്. കാരണം 2 റിയാക്ടന്റുകളുടെ വാല്യൂ തന്നിട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റിംഗ് റിയാജന്റ് ആണ്. ഇക്വേഷൻ എഴുതി. 24 ഗ്രാം കാർബൺ, 24 ഗ്രാം ഓക്സിജൻ നമുക്ക് തന്നിരിക്കുന്ന 80 ഗ്രാം. ലിമിറ്റിംഗ് റിയാജന്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമുക്കറിയാം. ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണോ ഏറ്റവും ചെറുത് അതല്ലേ ലിമിറ്റിംഗ് റിയാജന്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ കാർബൺ ആണല്ലോ ലിമിറ്റിംഗ് റിയാജന്റ്. 1 മോൾ കാർബൺ ആണെങ്കിൽ നമുക്ക് എത്ര മോൾ കാർബൺ ഡയോക്സൈഡ് കിട്ടണം? 1 മോൾ കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് 1 മോൾ കാർബൺ എന്ന് പറയുമ്പോൾ എത്ര ഗ്രാം ആണ്? 12 ഗ്രാം അല്ലേ? 12 ഗ്രാം കാർബണിന് 1 മോൾ കാർബൺ ഡയോക്സൈഡ് അഥവാ 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ്. അങ്ങനെയാണെങ്കിൽ 24 ഗ്രാം കാർബണിന് എത്ര ഗ്രാം കാർബൺ ഡയോക്സൈഡ്? കണ്ണടച്ച് നമുക്ക് പറയത്തില്ലേ 88 ഗ്രാം ആണെന്നുള്ളത്. ഓക്കെ, 55 പെർസെൻറ്റേജ് ഓഫ് പ്യൂരിറ്റിയുടെ ക്വസ്റ്റ്യനാണ്. percentage of purity of 150 gram of calcium carbonate നമുക്ക് തന്നിട്ടുണ്ട്, which gives 11 gram of carbon dioxide at STP on complete decomposition. Percentage of purity of calcium carbonate കാൽക്കുലേറ്റ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ റിയാക്ഷൻ എഴുതി കാൽഷ്യം കാർബണേറ്റ് ഡിക്കമ്പോസ്ഡ് ടു ഗീവ് കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. നമുക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി ക്വസ്റ്റനിൽ തന്നെ അതിൻ്റെ മോളിക്കുലാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 150 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോഴാണ് ക്വസ്റ്റ്യൻ പ്രകാരം 11 ഗ്രാം കാർബൺ ഡയോക്സൈഡ് കിട്ടേണ്ടത്. ആക്ച്വലി 11 ഗ്രാം കാർബൺ ഡയോക്സൈഡ് കിട്ടാൻ വേണ്ടി എത്ര ഗ്രാം കാൽഷ്യം കാർബണേറ്റ് ആണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുന്നു. 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് കിട്ടണമെങ്കിൽ എത്ര ഗ്രാം കാൽഷ്യം കാർബണേറ്റ് വേണം? 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് വേണം ഇക്വേഷൻ പ്രകാരം. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ 11 ഗ്രാം കാർബൺ ഡയോക്സൈഡ് കിട്ടാൻ വേണ്ടി എത്ര ഗ്രാം കാൽഷ്യം കാർബണേറ്റ് ആണ് വേണ്ടത് എന്ന് നോക്കിക്കേടാ നിങ്ങൾ.
ക്രോസ് ചെയ്താൽ മതിയല്ലോ. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എക്സ് കിട്ടിയല്ലോ, എനിക്ക് 25 ഗ്രാം ആണ് കിട്ടുന്നത്. ഇതാണ് ആക്ച്വലി 11 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി 11 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട കാൽഷ്യം കാർബണേറ്റ്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് പ്യൂരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആക്ച്വൽ മാസ് 25 ഡിവൈഡഡ് ബൈ ഗീവൺ മാസ് 150 ഇൻറ്റു 100 ചെയ്താൽ പോരെ. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദി ആൻസർ ആസ് 16.67. ഓക്കെ. Next, volume of oxygen required for complete combustion of 1 liter ethane. 1 ലിറ്റർ ഈഥൈൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കംപ്ലീറ്റ് കമ്പഷൻ ആണ്. ഡയറക്റ്റ് ആ ഇക്വേഷൻ തന്നെ നോക്കിക്കേ. 1 ലിറ്റർ ഈഥൈൻ ആണെങ്കിൽ എത്ര ലിറ്റർ ഓക്സിജൻ ആണ് വേണ്ടത്? 3.5 ലിറ്റർ അല്ലേ? 1 മോൾ ഈഥൈനിന് 7.7/2 അഥവാ 3.5 ലിറ്റർ 5 മോൾ ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ 1 ലിറ്ററിന് 3.5 ലിറ്റർ തന്നെ. അടുത്ത മൊളാലിറ്റിയുടെ നല്ലൊരു ചോദ്യമാണ്. മൊളാലിറ്റി ഓഫ് 9.8% മാസ് പെർസെൻറ്റേജ് ആണ് സൾഫ്യൂരിക് ആസിഡ്. മൊളാലിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾ ചുമ്മാ ഒന്ന് എഴുതി നോക്കി വെച്ചാൽ മതി. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു മാസ് ഓഫ് സോൾവെന്റ് ഇൻ ഗ്രാം അല്ലേടാ. ശരിയാണല്ലോ. നിങ്ങൾ ഇതിൽ വേണ്ടത് എന്താ? WBയും WAയും അല്ലേ വേണ്ടത്. MB ഓൾറെഡി നമുക്കറിയാം. സൾഫ്യൂരിക് ആസിഡിന്റെ കേസിൽ 98 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. 9.8% സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 9.8 ഗ്രാം ഇൻ 100 ഗ്രാം സൊല്യൂഷൻ അല്ലേ വരുന്നത്? സൊല്യൂഷനാ. അങ്ങനെയാണെങ്കിൽ WB നമുക്ക് എന്തായിട്ട് എടുക്കാം? 9.8 ആയിട്ട് നമുക്ക് എടുക്കാം. ഇതാ ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുന്നു. 9.8 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് 98 അല്ലേ? മാസ് ഓഫ് സോൾവെന്റ് 100 നിങ്ങൾ എടുക്കരുത്. കാരണം ആ സോൾവെന്റ് എന്ന് പറയുന്നത് സൊല്യൂഷനിലുള്ളത് സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. അതിൽ നിന്ന് സോൾവെന്റിന്റെ മാത്രം മതി. സൊല്യൂട്ടിന്റെ 9.8 ഉണ്ട്. ബാക്കി സോൾവെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 90.2 അല്ലേ? സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 1.1 ആണ്. ഓക്കെ. നെക്സ്റ്റ്, മാസ് പെർസെൻറ്റേജ് ഓഫ് Zn2+ in a biomolecule is given as 0.04%. മിനിമം മോളിക്കുലാർ മാസ് ഓഫ് ബയോമോളിക്യൂൾസ്. മിനിമം മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന മോളിക്യൂളിൽ ഒരു അയൺ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. Therefore, percentage can be expressed as mass of iron. ഒരു അയൺ മാത്രം. അപ്പോൾ അറ്റോമിക് നമ്പർ അയൺ അല്ല, സിങ്ക് ആണ്. അറ്റോമിക് നമ്പർ 65.4 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സബ്സ്റ്റൻസ്, മിനിമം മോളിക്കുലാർ മാസ് അറിയത്തില്ല, ഇൻറ്റു 100. സോൾവ് ചെയ്യാമല്ലോ. സോ ദി ആൻസർ ഒബ്റ്റൈൻഡ് ഈസ് 1.6 ഇൻറ്റു 10⁵5. ആകെ നിങ്ങൾ ചെയ്തത് എന്ത് മാത്രമേ ഉള്ളൂ? മിനിമം മോളിക്കുലാർ മാസ് ആണെങ്കിൽ അതിലുള്ള എലമെന്റിന്റെ മാസ് എത്ര എടുക്കാവുള്ളൂ? അല്ലെങ്കിൽ അതിലുള്ള എലമെന്റ് ഒരെണ്ണം മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസെൻട്രേഷൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്? മറ്റൊന്നുമല്ല, മൊളാരിറ്റി ആണെന്നറിയാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കാഥോഡ് റേസ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നമുക്കറിയാം. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മൂന്നാമത് തെറ്റാണ്. സോ ദെർഫോർ ദ കറക്റ്റ് ഓപ്ഷൻ നമ്പർ 1. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ടിക്കിൾസ് ഹാസ് മാക്സിമം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്? മാസ് ഏറ്റവും കുറവുള്ള ആൾക്കാണ്. കാരണം ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. ഇഫ് ദേ മൂവ് വിത്ത് സെയിം വെലോസിറ്റി ഓർ സ്പീഡ്. അതാരാണ്? ഇലക്ട്രോൺ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. റേഡിയസ് ഓഫ് സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹീലിയം ആറ്റം തന്നിട്ടുണ്ട് 1.058 ആംസ്ട്രോങ്. ശരിയാണ്. സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ആസ് സ്റ്റാർക്ക് ഇഫക്റ്റ്. 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇൻ എ സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം 4th എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾക്ക് ഇതിൽ തരത്തുള്ളൂ. എന്താണെന്ന് മനസ്സിലായില്ലേ? 4th എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ N2 എന്നുള്ളത് നിങ്ങൾ എന്തായിട്ട് എടുത്തോണം? 5 ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടി. ബാക്കി ചെയ്യാമല്ലോ. സോ ദ ആൻസർ ഒബ്റ്റൈൻഡ് ഈസ് 10. ബോർ തിയറി ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൽ മാത്രമേ ആപ്ലിക്കബിൾ ആകത്തുള്ളൂ? ബോർ തിയറി ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. തന്നിരിക്കുന്നതിൽ 1 ഇലക്ട്രോൺ സിസ്റ്റം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ നമ്പർ 4 അല്ലേ? Li plus is isoelectronic with which of the following ions? Isoelectronic അല്ലാത്തത് Li plus, ലിഥിയം പ്ലസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ് അല്ലേ? ഐസോഇലക്ട്രോണിക് ആയിട്ടുള്ളത് ആരുടെ കേസിലാണ്? ബോറോൺ 3+. The wave number of radiation whose wavelength is 5000 Armstrong. വേവ് നമ്പർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫോർമുല ഏതാ? വേവ് നമ്പർ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണോ? യൂണിറ്റ് മാത്രമാണ്. നമുക്ക് 5000 ആംസ്ട്രങ്ങിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആംസ്ട്രങ്ങിനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്താച്ചാൽ മതി? 10⁻⁻10 മീറ്ററിലേക്ക് മാറ്റി വെച്ചാൽ പോരെ. സോൾവ് ചെയ്യാമല്ലോ. സോ ദ ആൻസർ ഒബ്റ്റൈൻഡ് ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ.
പ്രോട്ടോൺ ഈസ് അയോണൈസ്ഡ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ ആണല്ലോ. പ്രോട്ടോൺ ഈസ് അയോണൈസ്ഡ് ഹൈഡ്രജൻ ആറ്റം, ശരിയാണ്. ആൽഫ പാർട്ടിക്കിൾ ഈസ് അൺഅയോണൈസ്ഡ് ഹീലിയം ആറ്റം, ശരിയാണോ? അല്ല. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അയോണൈസ്ഡ് ഹീലിയം ആറ്റം അല്ലേ, H2+ അല്ലേ? അപ്പോൾ അസേർഷൻ ശരിയാണ്, പക്ഷെ റീസൺ എന്താണ്? റോങ് ആണ്. ഔട്ട് ഓഫ് ദ ഫോളോയിങ് കോണ്ടന്റ് നമ്പേഴ്സ് ചൂസ് വൺ വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യാത്തത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഓപ്ഷൻ നമ്പർ 3. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഫോസ്ഫറസ് ആറ്റം ഹാവിംഗ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ M വാല്യൂ 0 വരുന്നത് എവിടെയാണെന്ന്. നിങ്ങൾ ഒന്നും വേണ്ട, ഫോസ്ഫറസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ മതി. അറ്റോമിക് നമ്പർ 15 ആണല്ലോ. 1s2, 2s2, 2p6, 3s2, 3p3, ഇതല്ലടാ വരുന്നത്. 15 ഇതല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ L വാല്യൂ 0 ആണ്, M വാല്യൂവും 0. ഓക്കെ. ഇവിടെയും L വാല്യൂ 0 ആണ്, M വാല്യൂ 0. ഇവിടെ L വാല്യൂ 1 ആണ്, M വാല്യൂ എന്ന് പറയുന്നത് -1, 0, +1. 3s2ന്റെ കേസിലും L വാല്യൂ 0, M വാല്യൂ 0. 3pയുടെ കേസിൽ L വാല്യൂ 1, M വാല്യൂ -1, 0, +1. അങ്ങനെയാണെങ്കിൽ M വാല്യൂ 0 വരുന്ന എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് എത്ര ഓർബിറ്റൽസ് ഉണ്ടെന്ന് നോക്കിക്കേ. 1, 2, 3, 4, 5 എണ്ണമില്ലേ? ഈ 5 എണ്ണത്തിൽ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെയും 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെയും 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെയും 2 ഇലക്ട്രോൺ ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ എത്ര ഇലക്ട്രോൺ വെച്ചേ ഉള്ളൂ? ഓരോ ഇലക്ട്രോൺ വെച്ചേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ആണ് വരുന്നത്? 9 ഇലക്ട്രോൺസ് അല്ലേ വരുന്നത്. അതായത് 3p3 വരുമ്പോൾ M ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 1 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ. റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് നമുക്ക് കണ്ണടച്ച് നമുക്ക് പറയാം 10⁻⁻15 മീറ്റർ ആണ്. ചാർജ് ടു മാസ് റേഷ്യോ ഏറ്റവും കൂടുതലുള്ളത് ആരുടെ കേസിലാണ്? മാസ് ഏറ്റവും കുറവുള്ള ഇലക്ട്രോണിന്റെ കേസിലാണ്. ടോട്ടൽ നമ്പർ ഓഫ് നോഡ് ഇൻ 4p ഓർബിറ്റൽ. ടോട്ടൽ നമ്പർ ഓഫ് നോഡ് കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ഫോർമുല നമുക്കറിയാം. n-1 ആണ്. ഡയറക്റ്റ് ആയിട്ട് ആ ഫോർമുല ഇട്ടാൽ മതി. ഓപ്ഷൻ നമ്പർ 3 ആണ്. മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് വെൻ ഫ്രീക്വൻസി ഓഫ് 1.1 into 10⁻12 Hz is irradiated on a metal surface whose threshold frequency is 1 into 10⁻11. മാക്സിമം കൈനറ്റിക് എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഫോർമുല ഉപയോഗിക്കുക. E is equal to E0 plus കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി is equal to E minus E0. ഡയറക്റ്റ് ആയിട്ട് ചെയ്യാമല്ലോ. E എന്ന് പറയുന്നത് h ന്യൂ ആണ്, മൈനസ് h ν0. h പുറത്തെടുക്കുന്നു, ന്യൂ മൈനസ് ν0 ഇൻറ്റു h. ചെയ്യാമല്ലോ. So while we solve the problem or equation, we get the answer as 6.6 into 10⁻⁻22. Okay. Longest wavelength of Paschen series of lithium 2+. Longest wavelength line ആണ് കണ്ടുപിടിക്കേണ്ടത്. Longest wavelength line കണ്ടുപിടിക്കാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഏത് ഫോർമുല തന്നെ ഉപയോഗിക്കുക? നമ്മുടെ റിഡ്ബർഗ് ഫോർമുല തന്നെ. 1/λ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ഇൻറ്റു Z സ്ക്വയർ ഓർ RH ഇൻറ്റു 1/n1 സ്ക്വയർ എന്ന് പറയുന്നത് 1/n1 സ്ക്വയർ എന്ന് പറയുന്നത് n1 ലോങ്സ്റ്റ് വേവ് ലെങ്ത് ആണ്, ഫസ്റ്റ് ലൈൻ ആണ്. പാഷൻ സീരീസിന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 3 ആണ്. n1 സ്ക്വയർ 9, n2 സ്ക്വയർ എന്ന് പറയുന്നത് 4 16 ഇൻറ്റു 3 സ്ക്വയർ 9. സോൾവ് ചെയ്യാമല്ലോ. ഓക്കെ. സോ ദി ആൻസർ ഒബ്റ്റൈൻഡ് ഈസ് ഓപ്ഷൻ നമ്പർ 2. If a particle of mass 0.5 gram is moving with a velocity of 200 meter per second, wavelength associated with the particle lambda is equal to h/mv. de Broglie wavelength അല്ലേ കണ്ടുപിടിക്കേണ്ടത്. lambda is equal to h/mv. സോൾവ് ചെയ്യുക. h-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മാസ് ഗ്രാമിലാണ് കൊടുത്തിരിക്കുന്നത്. അവനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്തോണം? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തോണം. ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ഓക്കെ. Which of the following phenomena does not support particle nature? Interference ആണ്. ബാക്കിയുള്ളതെല്ലാം particle nature സപ്പോർട്ട് ചെയ്യുന്നതാണ്. de Broglie wavelength of electron in the first orbit of lithium 2+. First orbit of lithium 2+. de Broglie wavelength
ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് നമുക്ക് ഓർബിറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓർബിറ്റും ഡി ബ്രോഗ്ലി വേവ് ലെങ്തും തമ്മിലുള്ള ഇക്വേഷൻ 2πr ഈസ് ഈക്വൽ ടു n ലാംഡ ഓർ 2π ഇൻറ്റു a0 ഇൻറ്റു n സ്ക്വയർ ബൈ z ഈസ് ഈക്വൽ ടു n ലാംഡ. ലാംഡ കണ്ടുപിടിക്കാമല്ലോ. n എന്ന് പറയുന്നത് ഓർബിറ്റ് ആണ്, 1 ആണ്. ഓക്കെ, സോ വൈൽ വി സോൾവ് വി ഗെറ്റ് ദി ആൻസർ ആസ് 35.3. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, the atomic weight of two elements A and B തന്നിട്ടുണ്ട് നമുക്ക് 40 and 80. If x gram of A contain y atoms, how many atoms are present in 2x gram? ഇത് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ചുമ്മാ നിങ്ങൾ എന്ത് ചെയ്തെച്ചാൽ മതി, നമ്പർ ഓഫ് ആറ്റംസ് നിങ്ങൾ ചെയ്തെച്ചാൽ മതി. നമ്പർ ഓഫ് ആറ്റംസ്, അതായത് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. y ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. അപ്പോൾ y എന്ന് പറയുന്നത് x ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു അറ്റോമിസിറ്റി 1 ആണെന്ന് അറിയാം. ഇതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാമല്ലോ. x നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. x എന്ന് പറയുന്നത് എത്ര വന്നു? ഇതാ നോക്കിക്കേ, y നിങ്ങൾക്ക് കിട്ടിയില്ലടാ, ആണല്ലോ. ഇതിൽ നിന്ന് x കണ്ടുപിടിച്ചേ. x ഈസ് ഈക്വൽ ടു എത്ര വന്നു? x ഈസ് ഈക്വൽ ടു 40y ഡിവൈഡഡ് ബൈ n. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 2x ഗ്രാം കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 2x ഗ്രാം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് 2x ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു na ഇൻറ്റു 1. ഈ എക്സിന്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്തെച്ചാൽ മതി, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെച്ചാൽ മതി. സോ ദി ആൻസർ ഒബ്റ്റൈൻഡ് ഈസ് ഓപ്ഷൻ നമ്പർ 1. y ആയിരിക്കും സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, 79th question. 32 gram of methyl alcohol is present in 132 gram of an aqueous solution. Molality of methyl alcohol. Molality കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. മോളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WB into 1000 divided by molecular mass of solute into mass of solvent in gram. ഇത് സൊല്യൂഷന്റെ മാസ് ആണ് തന്നിരിക്കുന്നത്. അവിടെ സോൾവെന്റിന്റെ മാസ് എടുക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 4. Which among the following containing highest number of atoms? കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, എല്ലാം 1 mole വെച്ചാണ് തന്നിരിക്കുന്നത്. Both 12 gram of carbon and 27 gram of aluminium have Avogadro number of atoms. കാരണം 2 gram atomic mass ആണല്ലോ, അത് തന്നെയാണല്ലോ റീസൺ തന്നിരിക്കുന്നത്. Therefore assertion ശരിയാണ്, റീസൺ ശരിയാണ്. കറക്റ്റ് എക്സ്പ്ലനേഷൻ. Number of electrons, number of helium atoms present in 40 AMU. കാരണം ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് 4 AMU ആണ് നമുക്കറിയാം. 11.2 liter of carbon dioxide at STP contain as many molecules present in ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓരോന്നിന്റെ മോളാർ മാസ് അറിയണം കേട്ടോ നിങ്ങൾ. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 11.2 എന്ന് പറയുന്ന 0.5 മോൾ കാർബൺ ഡയോക്സൈഡ് ആണെന്ന് അറിയാം. ആരുടെ കേസിലാണ് 0.5 മോൾ വരുന്നത് നോക്കിയാൽ മതി, ഓക്സാലിക് ആസിഡ്. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹീലിയം പ്ലസ്. കൈനറ്റിക് എനർജി ആണെങ്കിലും അയോണൈസേഷൻ എനർജി ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് എനർജിയുടെ ഫോർമുല ഉപയോഗിച്ചാൽ മതി. 13.6 ഇൻറ്റു സെഡ് സ്ക്വയർ ബൈ എൻ സ്ക്വയർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, 85th ക്വസ്റ്റ്യൻ. ഓഫ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്ന ഏതാണ്? ഓഫ പ്രിൻസിപ്പിൾ പ്രകാരം ഓർബിറ്റൽ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഇൻക്രീസിംഗ് ഓർഡർ അനുസരിച്ചായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ നമ്പർ 2 2s മുഴുവൻ ഫില്ല് ചെയ്യാതെ എല്ലയുടെ പിയിലേക്ക് പോയേക്കുന്നത്. അപ്പോൾ അതല്ലേ ആൻസർ വരുന്നത്. കറക്റ്റ് ഓർഡർ ഓഫ് എനർജി ഓഫ് 2s ഓർബിറ്റൽ സൈസ് കൂടുന്നതിനനുസരിച്ച് എനർജി കുറയും എന്ന കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സൈസ് കൂടുന്നതിനനുസരിച്ച് എനർജി കൂടുവാണെങ്കിൽ സൈസ് കുറയുന്നതിനനുസരിച്ച് എനർജി കൂടുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനർജി ആർക്കായിരിക്കണം? ഹൈഡ്രജന്. ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ഓഫ് 3p ഓർബിറ്റൽ റൂട്ട് ഓഫ് L ഇൻറ്റു L+1 ഇൻറ്റു h/2π ചെയ്താൽ പോരെ. h/2πനെയാണ് നമ്മളിവിടെ h ക്രോസ് എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 3. ആംഗുലാർ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ തേർഡ് ഓർബിറ്റൽ. ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം അല്ല, ആംഗുലാർ മൊമെന്റം ആണ് ചോദിച്ചേക്കുന്നത്. 2πr ഈസ് ഈക്വൽ ടു 2πr അല്ല, 2πr ഈസ് ഈക്വൽ ടു nh/2π. ഓക്കെ, അല്ലെങ്കിൽ MBR അല്ലേ, ആംഗുലാർ മൊമെന്റം. MBR ഈസ് ഈക്വൽ ടു nh/2π. ഓക്കെ, MBR ഈസ് ഈക്വൽ ടു nh/2π എന്ന് എടുക്കുന്നതായിരിക്കും എളുപ്പം. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ലൈമൺ സീരീസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എക്സ്, ദെൻ വേവ് ലെങ്ത് ഓഫ് ഫസ്റ്റ് ലൈൻ. നമ്മൾ ഓൾറെഡി നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കണ്ടുപിടിക്കുക, എന്നിട്ട് ലോങ്സ്റ്റ് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓപ്ഷൻ നമ്പർ 4.
കറക്റ്റ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്, ഇത് അധികം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണെന്ന് അറിയാം, നമുക്ക് റേഡിയോ വേവ്സിനാണെന്ന് അറിയാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഏതെങ്കിലും ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു. ഹൈ മക്കളെ, എക്സാം ഒക്കെ എളുപ്പമായിരുന്നോ? അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് പോയി കളയാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 91 നോക്കിയൊന്ന്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് ചോദ്യം. പ്ലാസ്മ മെംബ്രെയിൻ ഇസ് നോൺ സെൽ മെംബ്രെയിൻ. നമുക്കറിയാം എല്ലാ സെല്ലിലും ഒരേപോലെയുള്ള എല്ലാ പ്രോക്യാരിയോട്ട് ആയിക്കോട്ടെ, യൂക്യാരിയോട്ട് ആയിക്കോട്ടെ, ഫൈക്കിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഏത് സെല്ലായിക്കോട്ടെ എല്ലായിടത്തും സിമിലർ ആയിട്ടുള്ളതാണ് പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ. ടെയിൽ ഓഫ് ലിപ്പിഡ് ഈസ് പോളാർ. നമുക്കറിയാം ടെയിൽ ഓഫ് ലിപ്പിഡ് ഈസ് നോൺ പോളാർ. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഇൻ്റഗ്രൽ പ്രോട്ടീൻ ആർ ടോട്ടലി ഓർ പാർഷ്യലി ബറിഡ് ഇൻ ദ മെംബ്രെയിൻ. കറക്റ്റ്. In human, the membrane of RBC approximately 40% protein അല്ല 40% lipid ആണ്. That is not correct. Protein move laterally within overall lipid bilayer. ശരി തന്നെ. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ബിയും ഡിയും ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 91, 4 is the correct answer. And what about question number 92? Read the statement and select correct option. നമ്മുടെ നീറ്റ്ഫ്ലിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സിസ് ആൻഡ് ട്രാൻസ് ഫേസ് ഓഫ് ഗോൾജി അപ്പാർട്ടസ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്, നോട്ട് ഇൻ്റർകണക്റ്റഡ് അല്ല, ദേ ആർ കണക്റ്റഡ് ആണ്. ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്. Golgi apparatus remain in close association with the endoplasmic reticulum. ശരി തന്നെ. സിസ്റ്ററിനെ ഇൻ ഗോൾജി apparatus tag parallel to each other. Yes. അപ്പോൾ only statement A is incorrect. Question number 92, 1 is the correct answer. And what about question number 93? Read the following statement and select the option which is appropriate with respect to lysosome. Are rich in hydrolytic enzyme. ശരി. Enzymes are optimally active at high pH അല്ല, low pH ആണ്, acidic pH ആണ്. Only A is correct. Question number 93, 3 is the correct answer. And what about question number 94? Observe the diagram given below and choose the correct option. A എന്ന് പറയുന്ന റേഡിയൽ സ്പോക്ക് ആണ്, റൈറ്റ്. B എന്ന് പറയുന്ന ഇന്റർ ഡബ്ലറ്റ് ബ്രിഡ്ജ് ആണ്. C എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ആൻഡ് ഡി എന്ന് പറയുന്ന സെൻട്രൽ ഷീത്ത് ആണ്. അപ്പോൾ എ റേഡിയൽ സ്പോക്ക്, ബി ഇന്റർ ഡബ്ലറ്റ് ബ്രിഡ്ജ്, സി പ്ലാസ്മ മെംബ്രെയിൻ, ഡി സെൻട്രൽ ഷീത്ത്. Question number 94, 4 is the correct answer. 4 is the correct answer for this question. Question number 95. Mesosome helps in all except. Mesosome നമുക്കറിയാം പ്രോക്യാരിയോട്സിലുള്ളതാണ്. സെൽ മെംബ്രെയിൻ്റെ ഇൻവാജിനേഷൻ ഇൻ ദ ഫോം ഓഫ് ലാമിലെ ട്യൂബ്യൂൾ ഓർ വെസിക്കിൾ ആണ്. സെൽ വോൾ ഫോർമേഷൻ സഹായിക്കും, DNA റിപ്ലിക്കേഷൻ സഹായിക്കും, റെസ്പിറേഷന് സഹായിക്കും. എക്സെപ്റ്റ് സഹായിക്കാത്തത് ഫോട്ടോസിന്തസിസ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഫോട്ടോസിന്തസിസ് നമുക്കറിയാം നടത്തുന്നത് ക്രൊമറ്റോഫോർ ആണ്. Question number 95, 3 is the correct answer. And what about question number 96? New cells arise from pre-existing cell was explained by Omnicellulae Cellulae 1855 by Rudolf Virchow. Question number 96, 4 is the correct answer. And what about question number 97? Thick and tough glycocalyx found in some bacteria is called capsule. Loose ആയിട്ടുള്ള സ്ലൈം ലെയർ ആണ് നമുക്കറിയാം, റൈറ്റ്. അതായത് സെൽ എൻവലപ്പിന് ഗ്ലൈക്കോകാലിക്സ്, സെൽ വോള്, സെൽ മെംബ്രെയിൻ, ബാക്ടീരിയ. Question number 97, 3 is the correct answer. And what about question number 98? Plasmid. We know that plasmid present in bacteria. Extra chromosomal DNA ആണ്, their non-genomic DNA ആണ്, circular DNA ആണ്. Certain character carry ചെയ്യാൻ പറ്റും. Confer certain unique phenotypic characters to bacteria not found in eukaryotes. Question number 98, 2 is the correct answer. And what about question number 99? Chlorophyll pigment is present in the dash of chloroplast. We know that thylakoid membrane, chloroplast land, photosynthesis, outer membrane, inner membrane, and stroma. Thylakoid sac-like structure അവിടെയാണ്, അതിൻ്റെ മെംബ്രെയിനിലാണ് പിഗ്മെൻറ്റ്സ് ഇരിക്കുന്നത്. ആൻഡ് തൈലക്കോഡ് അടിക്കടിക്ക് ഗ്രാന, ലൈറ്റ് റിയാക്ഷൻ, ഗ്രാനകൾ കണക്ട് ചെയ്ത് സ്ട്രോമ ലാമിലോർ, ഫ്രെറ്റ് മെംബ്രെയിൻ, ഡാർക്ക് റിയാക്ഷൻ ഇൻ സ്ട്രോമ. Here thylakoid, that is chlorophyll pigment present in thylakoid. Question number 99, 3 is the correct answer. And what about 100? On the basis of his studies, who concluded that the presence of cell wall is unique character of plant cell? Unique character of plant cell എന്ന് പറഞ്ഞാൽ Schwann, Theodor Schwann, right? 100. Question number 102 is the correct answer. Cell theory, Theodor Schwann, Matthew Schleiden, right? Very important. And cell theory modified by Rudolf Virchow. Question number 102 is the correct answer. And 101. What about question number 101? Select the incorrect statement with respect to vacuole. Single membrane organelle, they have tonoplast. ശരി. Contain water sap. Yes. Occupy up to 90% volume of the plant cell. ശരി. Tonoplast facilitate the transport of number of ions passively
passively or actively against concentration gradient. Question number 114 is the correct answer. And what about 102? Select incorrectly matched pair. Bacterial flagellum filament hooker basal body under primary cell wall in plants incapable of growth എന്ന് പറയുന്നതല്ല. They are ready for the growth. അകത്തേക്ക് സെക്കൻഡറി സെൽ വോൾ ഉണ്ടാവും മച്ചുർ ആകുമ്പോൾ നമുക്കറിയാം. വൈറ്റ് ബ്ലഡ് സെൽ അമീബോയിഡ് RBC റൗണ്ട് ബൈകോൺകേവ് ഷേപ്പ് ഡിഫറെൻറ്റ് ഷേപ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ. റൈബോസോം നോൺ മെംബ്രെയിൻ ആണ്, മെംബ്രെയിൻ ഇല്ലാത്ത വേറൊരാളുടെ ആനിമൽസിലുണ്ട് സെൻട്രോസോം. ക്വസ്റ്റ്യൻ നമ്പർ 102 is the correct answer. And what about question number 103? Select the correct option with respect to function performed by the cell organelle shown in the given below. That is ഇവിടെ കൊടുത്തിരിക്കുന്ന ഗോൾജി അപ്പാരറ്റസ് ആണ്, അതിൻ്റെ യൂണിറ്റ് ആണ് സിസ്റ്റർനെ, സിസ് ഫേസ്, കോൺവെക്സ്, ട്രാൻസ്ഫേസ്, മച്ചുർ ഫേസ്. റൈറ്റ്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് സെക്രേഷൻ എന്ന് പറഞ്ഞാൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ ഗ്ലൈക്കോലിപ്പിഡ് ഇദ്ദേഹത്തിൻ്റെ ഫംഗ്ഷനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 103 ഗോൾജി അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ Camilio Golgi 1898. Question number 103 is the correct answer. ATP formation നമുക്കറിയാം ATP ഉണ്ടാക്കുന്ന മൈറ്റോകോൺഡ്രിയലാണ്, എറോബിക് റെസ്പിറേഷൻ. Question number 103 is the answer. 104 nucleolus നമുക്കറിയാം ന്യൂക്ലിയസ് ഇസ് എ ഡബിൾ മെംബ്രെയിൻ. അതിൻ്റെ അകത്തുള്ള ന്യൂക്ലിയോപ്ലാസത്തിലുള്ള മെംബ്രെയിൻ ഇല്ലാത്ത കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ് ന്യൂക്ലിയോലസ് സെൽ. RNA സിന്തസിസ് ആണ് പരിപാടി. പ്രോട്ടീൻ സിന്തസിസ് സ്കൂളിൽ നടക്കുന്നിടത്ത് ന്യൂക്ലിയോലസ് കൂടുതലുള്ള സെല്ലുകൾ ഉണ്ടായിരിക്കും. ആക്റ്റീവൽ റൈബോസോമൽ RNA സിന്തസിസ്, റൈബോസോം ഉണ്ടാക്കുന്ന RNA. 104 1 is the correct answer for the question. And 105 interkinesis, we know that's a resting phase or interval between meiosis 1 and meiosis 2. meiosis 1 അവസാനിക്കുമ്പോൾ telophase 1 cytokinesis, then prophase 2ലേക്ക് കയറും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ കാരിയോകൈനസിസ് സൈറ്റോകൈനസിന് ഇടയ്ക്കല്ല. characterized by replication of DNA and RNA അല്ല. മെറ്റബോളിക് സ്റ്റേജ് ബിറ്റ്വീൻ ടീലോഫേസ് 1 കഴിഞ്ഞ് സൈറ്റോകൈനസിസ് കഴിഞ്ഞിട്ട് മെയോസിസ് 2 പ്രോഫേസ് 2ലേക്ക് കയറുമ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും കറക്റ്റ് ആൻസർ ക്വസ്റ്റൻ ഓപ്ഷൻ 3 ആണ്. ഫോളോഡ് ബൈ പ്രോഫേസ് 1 കഴിഞ്ഞാൽ മെറ്റാഫേസ് 1 അല്ലേടാ. ക്വസ്റ്റൻ നമ്പർ 105 3 is the correct answer. 106 when karyokinesis is not followed by cytokinesis it results in the formation of syncytium multinuclear condition. Syncytium. Question number 106 4 is the correct answer. Which one of the following phases is not the part of interphase അല്ലാത്ത ഇന്റർഫേസിലുള്ള G1s G2 അല്ലാത്തത് M phase? Question number 107 2 is the correct answer. 108 during dash bivalent of chromosome form, bivalent formation during zygotine, tetrad clearly visible during packetine recombination, packetine leptotine light microscope-ന്റെ സഹായത്താൽ കാണാം chromosome and diakinesis terminalization chiasmata diplotine. Question number 108 4 is the correct answer. The centromere is situated close to one end forming one extremely short and one long arm is acrocentric. Situated close to one end. One extremely short and very long arm is acro. At the end ആണ് telocentric, central metacentric, slightly away from the center ആണെങ്കിൽ submetacentric. Question number 109 3 is the correct answer. And what about question number 110? Splitting of centromere and separation of chromatid occurs at splitting of centromere anaphase. Question number 110 2 is the correct answer. And 111 during which phase of cell cycle gentimaterial become double during a synthesis phase? Gentimaterial double during synthesis phase, centrosome duplication during synthesis phase, and there is no chromosome number change increase, right? Question number 111 2 is the answer. 112 in animal cells cytokinesis is achieved by the formation of furrow. Plasma membrane രണ്ട് സൈഡിൽ furrow ഉണ്ടായിട്ട് അത് deepen gradually and meet at the center, divide cell into two, dyad of cells formed. In the case of mitosis meiosis കഴിയുമ്പോൾ tetrad of cells formed, meiosis 1 കഴിയുമ്പോൾ dyad of cells, and in the case of furrow ഉണ്ടായിട്ട് divide ചെയ്യുന്നതാണ് centripetal. Question number 112 2 is the correct answer. Question number 113 the significant contribution of equational division are all except. ഇക്വേഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൈറ്റോസിൻ്റേത് അല്ലാത്തത് എക്സെപ്റ്റ് ചോദിച്ചാൽ റീസ്റ്റോർ ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മ റേഷ്യോ മൈറ്റോസിസ് ആണ്. ഇൻക്രീസ് ജെനറ്റിക് വേരിയബിലിറ്റി എന്ന് പറയുന്നത് ആരാടാ? മെയോസിസ് ആണ്, നോട്ട് മൈറ്റോസിസ്. അപ്പോൾ ദാറ്റ് ഇസ് നോട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 113 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഗ്രോത്ത് നടത്തുന്നു, റിപ്പയർ നടത്തുന്നു എല്ലാം മൈറ്റോസിസ് ആണ്. ആൻഡ് 114 question number 114 if take 20 hours to complete the cell cycle of a cell, approximately for how much time duration its interphase is going to last? Of course interphase 95% of the cell cycle 19 hours. 115 the widely accepted improved model of the structure of cell membrane called fluid mosaic model by Singer and Nicholson. Quasi-fluid nature of lipid enable lateral movement of protein in overall lipid bilayer, that is fluidity, right? Question number 115 2 is the correct answer. 1972 Singer and Nicholson. Okay.
Then at stage of cell cycle depicted in the given figure, we select the most appropriate option as answer, which gives correct identification of stage with its characteristics. കണ്ടാലേ അറിയാം, it is bivalent chromosome, അല്ലെങ്കിൽ equated during metaphase 1 anaphase 1, meiotic metaphase 1, bivalent chromosome, അല്ലെങ്കിൽ the equatorial plate. Question number 116, 3 is the correct. mitotic metaphase ആണോ, telophase 2 ആണോ, meiotic metaphase 2 ഇങ്ങനെ വരുവോ? ഇല്ല, metaphase 1, right. Question number 116, 3 is the answer. 117, the daughter cell produced after meiosis 1 are genetically dissimilar to each other. ഉണ്ടാകുന്ന daughter cells എല്ലാം genetically dissimilar to each other. Question number 117, 3 is the answer. 118, to the following cell has both 70s 80s ഉള്ളത് മീസോഫിൽ. മീസോഫിൽ ആണ് ഇവിടെ ആകെയുള്ള ഒരു യൂക്കാരിയോട്ട് സെൽ. 70s ഉള്ളത് യൂക്കാരിയോട്ട്സിലെ ക്ലോറോപ്ലാസ്റ്റിലും മൈറ്റോകോൺട്രിയയിലും ഉണ്ടെങ്കിൽ 80s ആണ് അവരുടെ സൈറ്റോപ്ലാസ്റ്റിലുള്ളത്. ഹിയർ ആൻസർ only one eukaryote is mesophil cell here, option. Question number 118, 3 is the answer. Systematics differ from taxonomy. Systema naturae, Linnaeus, okay. And title of his publication ആണ് Systema, a systematic arrangement, evolution, arrangement of different organism. ഫൈലോജനിയും കൂടെ കൺസിഡർ ചെയ്യും. ക്യാരക്ടറൈസേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ഒക്കെ ടാക്സോണമിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൂടെ ഫൈലോജനിയും കൂടെ വരുന്നതാണ് സിസ്റ്റമാറ്റിക്സ്. Question number 193 is the answer. Choose the correct set of specific epithet with respect to genus Panthera leo, lion, Panthera pardus, that is leopard, and Panthera tigris, tiger. Question number 123 is the correct answer. 121, select the mismatch pair with respect to organism and its order. ബീച്ചിൻ്റെ ഓർഡർ പോയൽ ശരി, മാംഗോയുടെ ഓർഡർ സാപ്പിനിൽ ശരി, ഹൗസ് ഫ്ലൈയുടെ ഓർഡർ ഡിപ്റ്ററ ശരി, മാൻ്റെ ഓർഡർ മമേലിയ അല്ല, മമേലിയ ക്ലാസ് ആണ്, മാൻ്റെ ഓർഡർ പ്രിമേറ്റ. Question number 121, 4 is the correct answer. Mismatch. The next question number 122, select the correct sequence of taxonomic categories of mango in ascending. Mango, indica, mangifera, anacardiaceae, apindales, dicotyledone, angiospermae. 122, 1 is the correct answer. Very important, അതെല്ലാം നന്നായി പഠിച്ചിട്ട് വന്നേ പോണം. Then 123, reserve metal in prokaryotic cells are stored in cytoplasm in the form of inclusion bodies. Inclusion bodies ആണ് ഡബിൾ മെംബ്രെയിനോ, മെംബ്രെയിനേ ഇല്ല പ്രോക്യാരിയോട്സിന്. നോൺ മെംബ്രെയിൻ കറക്റ്റ്. അസോസിയേറ്റ് വിത്ത് പ്ലാസ്മ മെംബ്രെയിൻ അല്ല, റിച്ച് ഇൻ സ്റ്റാർച്ച് അല്ല. ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 123, 2 is the correct answer. 124, ഫംഗ്ഷൻ ഓഫ് ഫിംബ്രി ഇൻ ബാക്ടീരിയ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കാൻ ഹെൽപ്പ് ഇൻ അറ്റാച്ച്മെന്റ്. റൈറ്റ്, ഫിംബ്രിയെ അറ്റാച്ച്മെന്റ് ആണ്, ഫ്ലജല്ല മൂവ്മെന്റ് ആണെങ്കിൽ പിലേ, കോൺജുഗേഷൻ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. In plant cell wall, pectin ഉണ്ട്, cellulose ഉണ്ട്, hemicellulose ഉണ്ട്, lignin ഉണ്ട്, right? But chitin ഇല്ല. chitin ഉള്ളത് എക്സോസ്കെൽട്ടൺ ഓഫ് ആർത്രോപോഡ്സിലും ഫംഗസിന്റെ സെൽ വോളിലും ഒക്കെയാണ് N-acetyl glucosamine. Question number 125, 3 is the answer. 126, kinetochores are disc shaped structure present on the centromere ഇരിക്കുന്നതാണ് ക്രോമസോമിന്റെ പ്രൈമറി കൺസ്ട്രക്ഷൻ. ടെർമിനൽ എൻഡിലല്ല, അറൌണ്ട് പ്രൈമറി കൺസ്ട്രക്ഷൻ ആൻഡ് ഹെൽപ്പിംഗ് ക്രോസിംഗ് ഓവർ അല്ലടാ, തെറ്റ്. അത് റീകോമ്പിനേഷൻ ന്യൂഡ്യൂൾ. പ്രസന്റ് നിയർ ന്യൂക്ലിയർ എൻവലപ്പ് അല്ല, പ്രസന്റ് അറൌണ്ട് സെൻട്രോമിയർ ആൻഡ് പ്രൊവൈഡ് സൈറ്റ് ഫോർ അറ്റാച്ച്മെന്റ് ഓഫ് സ്പിൻഡിൽ ഫൈബർ. ശരി തന്നെ, correct. Question number 126, 4 is the correct answer. 127, the type of endoplasmic reticulum is found in the cell that are actively involved in protein synthesis and secretion. പ്രോട്ടീസിന്തസിസ് സെക്രീഷനുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇരിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉള്ളത് യൂക്യാരിയോട്സിലാണ്. യൂക്യാരിയോട്സിലുള്ള റൈബോസോം 80s റൈബോസോമാണ്. റൈറ്റ്, കണ്ടിന്യൂസ് വിത്ത് ഇന്നർ മെംബ്രെയിൻ ഓഫ് ന്യൂക്ലിയസ് അല്ല, ഔട്ടർ മെംബ്രെയിൻ ഓഫ് ന്യൂക്ലിയസിലെ കണ്ടിന്യൂവേഷൻ ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അസോസിയേറ്റ് വിത്ത് പാക്കേജിംഗ് ഓഫ് ലിപ്പിഡ് അല്ല, അസോസിയേറ്റ് വിത്ത് 80s റൈബോസോം അല്ലേ ഏറ്റവും കറക്റ്റ് ആൻസർ വരികയുള്ളൂ. കറക്റ്റ്, ദ മെയിൻ സൈറ്റ് ഫോർ സിന്തസിസ് ഓഫ് സ്റ്റിറോയിഡൽ എന്ന് പറഞ്ഞ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്, അവിടെ റൈബോസോം ഇല്ല. ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 127, 3 is the correct answer. Question number 128, arrangement of axonal microtubule in eukaryotic cilia and flagella is 9+2, 9 doublet of peripheral microtubules and centrally located 2 microtubule. Right. Then 129, onion root cell has 16 chromosome in its G1 phase. How many chromosome? S and G2, that is 16, 16. Or never increase number of chromosome, never change. The select incorrect statement with respect to binomial. First word denoting genus starts with capital, Sherry. Generic name, specific epithet and other collection respectively binomial. Yes, Mangifera indica, Lin, Sherry. Scientific name is printed in italics, underlined, combinedly, LLO, separately, that. Biological names are generally taken from Latin, therefore printed in italics. Sherry. Question number 133 is the correct answer. 131. Meiosis involves single cycle of DNA replication and 2 cycles of nuclear division. Meiosis 1 ile karyokinesis, meiosis 2 ile karyokinesis. 131, 1 is the correct answer. And what about 132? Arrange the following events of meiosis in their correct sequence of occurrence and choose the correct option.
Chromosomal synapsis, zygotin, yes. Dissolution of synaptonormal complex, diplotin, ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ വരും. ദെൻ അലൈൻമെൻറ്റ് യൂണിവാലൻ്റ് എന്നൊക്കെ പറയുന്നത് എന്താ, ബൈവാലൻ്റ് മെറ്റാഫേസ് 1-ലാണ്, യൂണിവാലൻ്റ് അലൈൻമെൻറ്റ് ഓരോ ക്രോമസോമും അലൈൻ ചെയ്തേക്ക് വരുന്നത് മെറ്റാഫേസ് 2-ലാണ്. ദെൻ ടെർമിനലൈസേഷൻ ഓഫ് കൈനസ് ഡയാകൈനസ്. അപ്പം 1, 2, 3, 4 വരും. A, B, D, C. Question number 132, 1 is the correct answer. And what about question number 133? Read the following statement and choose the correct option with respect to packetine. നമ്മുടെ നീറ്റ്ഫ്ലിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. നമുക്കറിയാം പാക്കറ്റീനിൽ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ബൈവാലൻറ്റ് യെസ്, റീകോമ്പിനേഷൻ നോഡ്യൂൾ യെസ്, ന്യൂക്ലിയോലസ് ഡിസപ്പിയർ ചെയ്യുന്ന ഡയാകൈനസിസിലാണ്, അല്ല. ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ ഷോർട്ട് ലീവ്ഡ് ആസ് കമ്പയർഡ് ടു യെസ് പാക്കറ്റീൻ. A, B, D is the answer. Question number 133, 1 is the correct answer. 134. Prophase of mitosis similar to prophase 1. എന്തൊക്കെയാണ്? ഷോർട്ട് അങ്ങനെയല്ല, ബീങ് ദ ഫേസ് വെയർ സ്പ്ലിറ്റിംഗ് അല്ല, ലാക്ക് ക്രോസ് രണ്ടിലും കോമൺ അല്ല. പ്രോഫേസ് ഓഫ് മൈറ്റോസിസ് മെയോസിസിൽ ഇത് മൂന്നും കോമൺ അല്ല. ന്യൂക്ലിയോലസും ന്യൂക്ലിയർ മെംബ്രെയിനും അറ്റ് ദ എൻഡ് ഓഫ് പ്രോഫേസിൽ ഡിസപ്പിയർ ചെയ്യുന്നത് ശരിയാണ്. only D is true in the case of prophase of mitosis and prophase 1 of meiosis. Question number 134, 1 is the correct answer. 135, at which of the given category lesser is the difficulty of determining the relationship? lesser എന്ന ഏറ്റവും ലോവർ ആയിട്ടുള്ള ആളാണ് സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, അങ്ങനെ പോകും. ഇവിടെ ഏറ്റവും ലോവർ ആയിട്ട് തന്നിരിക്കുന്നത് ജീനസ് ആണ്. Question number 135, 4 is the correct answer. 136, read the statement. Rice is a monocot and all monocots are plants in the above statement. Rice monocot plants എല്ലാം are different taxa and different rank. Question number 136, 4 is the correct answer. ഇനി question continue ചെയ്യും. Okay. നമ്മൾ DTS 5-ലെ ബയോളജിയിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, ആനിമൽ ടിഷ്യൂ ആൻഡ് ബയോമോളിക്യൂള്. അതിൽ 137ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി റിലേറ്റഡ് ടു ലെസിത്തിൻ? ലെസിത്തിനെ സംബന്ധിച്ച് കറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഇറ്റ് ഈസ് എ ഫോസ്ഫോ റിലേറ്റഡ് ഗ്ലിസറൈഡ്സ് ഫൗണ്ട് ഇൻ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിൽ കാണുന്ന ഫോസ്ഫോ റിലേറ്റഡ് ഓർ ഫോസ്ഫോലിപ്പിഡാണ് ലെസിത്തിൻ എന്ന് പറയുന്നത്. അപ്പോൾ 137ൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. 137ൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് 138, എ സെഗ്മെൻറ്റ്സ് ഓഫ് ഡബിൾ സ്ട്രാൻഡ് DNA ഹാസ് 100 adenine and 100 cytosine residues. The total number of nucleotides and hydrogen bond presence in respectively are. ഒരു ഡബിൾ സ്ട്രാൻഡ് DNAക്കകത്ത് നൈട്രജൻ ബേസുകളായ അഡിനിൻ 100 ഉണ്ട്, അപ്പോൾ തൈമിനും 100 ഉണ്ടാകും. ഗ്വാനിൻ, സൈറ്റോസിൻ 100 ഉണ്ടെങ്കിൽ ഗ്വാനിനും 100 ഉണ്ടാകും. അപ്പോൾ ടോട്ടൽ നമ്പർ ന്യൂക്ലിയോടൈഡ് 400 വരും. മൊത്തം കൂടി കൂട്ടണം, 100 × 4, അപ്പോൾ 400 വരും. ഇനി ചോദിച്ചിരിക്കുന്നത് ആൻഡ് ഹൈഡ്രജൻ ബോണ്ട് പ്രസൻസ് ഇൻ ഇറ്റ്. ഹൈഡ്രജൻ ബോണ്ട് നമുക്ക് കൺസെപ്റ്റ് അറിയാം. അഡിനിൻ തൈമിനുമായി 2 ഹൈഡ്രജൻ ബോണ്ടും ഗ്വാനിൻ സൈറ്റോസിനുമായി 3 ഹൈഡ്രജൻ ബോണ്ടുമാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അഡിനിൻ തന്നിട്ടുണ്ട് 100 ആണ്, തൈമിനും 100 ആണ്. അത് 2 ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ 100 × 2 200. അതുപോലെ ഗ്വാനിൻ 100 ആണ്, അത് സൈറ്റോസിൻ എന്ന് പറയുന്ന പിരിമിഡിനുമായിട്ട് 3 ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്, അപ്പോൾ 300. അപ്പോൾ ടോട്ടൽ ഹൈഡ്രജൻ ബോണ്ട് കണ്ടുപിടിക്കുമ്പം 200 300 കൂടെ കൂട്ടണം. 200 300 കൂടെ കൂട്ടുമ്പോൾ 500. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ് 400, ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ബോണ്ട് 500. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. 138ൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. 139, നെയിം ഓഫ് നൈട്രോജീനസ് ബേസ് വിച്ച് ഫോം 2 ഹൈഡ്രജൻ ബോണ്ട് വിത്ത് തൈമിൻ. തൈമിനുമായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്ന പ്യൂരിൻ നൈട്രജൻ ബേസ് അഡിനിനാണ്. അഡിനിൻ. അപ്പോൾ 139ൻ്റെ ആൻസർ 3 ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, അഡിനിൻ തൈമിനുമായി 2 ഹൈഡ്രജൻ ബോണ്ട്. അതുപോലെ ഗ്വാനിൻ എന്ന് പറയുന്ന പ്യൂരിൻ സൈറ്റോസിൻ പിരമിഡിനുമായിട്ട് 3 ഹൈഡ്രജൻ ബോണ്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. അടുത്ത 140ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓഫ് ദം ഗിവൺ ഫീച്ചേഴ്സ് ഇൻ ദ ബോക്സ് ബിലോ ആർ പ്രസൻസ് ഇൻ സ്മൂത്ത് മസിൽ ഫൈബർ? സ്മൂത്ത് മസിൽ ഫൈബറുമായി സംബന്ധിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് താഴെ പറയുന്ന ആ ബോക്സിൽ കൊടുത്തിരിക്കുന്ന എത്ര ഫീച്ചേഴ്സാണ് സ്മൂത്ത് മസിൽസുമായിട്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്യൂസിഫോം അപ്പിയറൻസ് ശരിയാണ്, യൂണിന്യൂക്ലിയേറ്റഡ് ആണ്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് അല്ല, ബ്രാഞ്ചഡ് അപ്പിയറൻസ് അല്ല, പ്രസൻസ് ഓഫ് സ്ട്രേഷൻസും ഉണ്ട്. അപ്പം ആൻസർ എത്ര എണ്ണമാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 140, ഹൗ മെനി ഓഫ് ദ ഗിവൺ ഫീച്ചേഴ്സ് ഇൻ ദ ബോക്സ് ആർ പ്രസൻസ്. അപ്പം പ്രസൻസ് ഓഫ് സ്ട്രേഷൻസ് ഇല്ല, സ്ട്രേഷൻസ് ആബ്സെൻറ്റാണ്.
ഫ്യൂസിഫോം അപ്പിയറൻസ് ആണ് കറക്റ്റ്. യൂണിന്യൂക്ലിയേറ്റഡ് ആണ് ശരിയാണ്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് അല്ല, ബ്രാഞ്ചഡ് അല്ല, പ്രസൻറ്റേഷൻസ് ഇല്ല, അൺസ്ട്രൈപ്ഡ് ഓർ അൺസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ 2 എണ്ണമാണ്, 2 ക്യാരക്ടേഴ്സാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ. ഓപ്ഷൻ 2. 141. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്? താഴെ തന്നിരിക്കുന്നത് മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് അല്ലാത്തത് എന്ന് ചോദിച്ചാൽ യൂണി സെല്ലുലാർ ഗ്ലാൻഡ് ലാർ എപ്പിത്തീലിയം ഓർ ഗ്ലാൻഡിന് എക്സാമ്പിൾ ഏതെന്നാണ്? അത് ഗോബുലേറ്റ് സെൽസ് ഓഫ് എലിമെൻ്ററി കനാലാണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2. അടുത്തത് 142. ഐഡൻറ്റിഫൈ ദ ലേബിൾഡ് സെൽസ് ഇൻ ദ ടിഷ്യൂ ഗിവൺ ബിലോ. നമ്മുടെ NCERT-യിലുള്ള ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻകറക്റ്റ് മാച്ച് കണ്ടുപിടിക്കണം. ഓരോ ലേബിൾ ചെയ്ത പാർട്ടും അതിൻ്റെ ഫംഗ്ഷനും കൊടുത്തിട്ടുണ്ട്. ലേബിൾ ചെയ്ത പാർട്ടും ഇൻകറക്റ്റ് ഫംഗ്ഷനും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ എൻഗൾഫ് ഡെബ്രിസ് ആൻഡ് പാത്തോജൻസ് ശരിയാണ്. മാക്രോഫേജസ് ആണ്, അത് ശരിയാണ്. ബി പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് ഫൈബേഴ്സ്. മാസ്റ്റ് സെല്ലാണ് ബി എന്ന് പറയുന്നത് ശരിയാണ്. ഫൈബ്രോബ്ലാസ്റ്റ് പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് ഫൈബേഴ്സ് ശരിയാണ്. ഫൈബ്രോബ്ലാസ്റ്റാണ് ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നത്. സി എന്ന് പറയുന്നത് മാസ്റ്റ് സെല്ലാണ്, അത് ഹെപ്പാരിൻ, ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ സെക്രീറ്റ് ചെയ്യും, അത് ശരിയാണ്. ഡി എന്ന് പറയുന്നത് അഡിപ്പോസൈറ്റാണ്, ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പോൾ ഡി തെറ്റാ കൊടുത്തിരിക്കുന്നത്, മീഡിയേറ്റ് അലർജിക് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ലേബൽ ചെയ്തതും ഇൻകറക്റ്റായ മാച്ചുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 142ൻ്റെ ആൻസർ 4 ആണ്. ഓപ്ഷൻ 4 ആണ് ആൻസർ. Read the given statement with respect to simple cuboidal epithelium and choose the correct option which include all correct statements. താഴെ തന്നിരിക്കുന്നതിൽ സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയവുമായിട്ട് സംബന്ധിച്ചിട്ട് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ് ശരിയാണ്. ക്യൂബിലേക്ക് സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, കറക്റ്റാണ്. ഇറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ ഡക്റ്റ് ഓഫ് ഗ്ലാൻഡിൽ ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണുന്നുണ്ട്, ശരിയാണ്, കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ പ്രസൻസ് ഇൻ ഗ്ലോമറുലസ് ഓഫ് നെഫ്രോൺസ് ഇൻ കിഡ്നി, തെറ്റാണ്, അത് സ്ക്വോമസ് എപ്പിത്തീലിയമാണ്, അത് തെറ്റാണ്. ഇൻ മെയിൻ ഫങ്ഷൻസ് ആസ് സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ, കറക്റ്റാണ്. അപ്പോൾ 143ൻ്റെ ആൻസർ ഓൺലി എ, ബി ആൻഡ് ഡി ആർ കറക്റ്റ്. ഓൺലി എ, ബി ആൻഡ് ഡി ആർ കറക്റ്റ്. ഓപ്ഷൻസ് 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 144ാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ സ്ട്രക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സ്ട്രക്ചർ 2 അമിനോ ആസിഡുകൾ തമ്മിലുള്ള റിയാക്ഷൻ, അവിടെ ഡീഹൈഡ്രേഷൻ നടന്നിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്, CONH ബോണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യണം, അത് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. എക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് ബോണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പെപ്റ്റൈഡ് ബോണ്ട്, CONH ബോണ്ട് എന്ന് പറയുന്നതാണ് പെപ്റ്റൈഡ് ബോണ്ട്. ആ CONH കൊടുത്തിട്ടുണ്ട്, അത് എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എക്സ് എന്താണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പെപ്റ്റൈഡ് ബോണ്ടാണ്. 144ൻ്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. അടുത്തത് ദ ഓർഗാനിക് മോളിക്യൂൾ എ ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ സെല്ലുലാർ മാസ് ഇൻ ലിവിങ് ഓർഗാനിസം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോണോമെറിക് യൂണിറ്റ്സ് ദാറ്റ് ആർ ജോയിൻ ടുഗദർ വിത്ത് ഹെൽപ്പ് ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്. അപ്പോൾ അത് അമിനോ ആസിഡ്സുകളാണ്. അമിനോ ആസിഡ്സുകൾ ചേരുമ്പോൾ പ്രോട്ടീനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ചൂസ് ഓപ്ഷൻ ദാറ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കറക്റ്റ്ലി. അതായത് നമ്മുടെ ചാർട്ടിനകത്ത് നിന്നും ബയോമോളിക്യൂൾസ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രോട്ടീൻ. അത് ലിസ്റ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. സെല്ലുലാർ മാസ് ലിവിങ് ഓർഗാനിസത്തിൽ എ ഉണ്ട്, അതിൻ്റെ മോണോമർ യൂണിറ്റായ അമിനോ ആസിഡുകളാണ് മോണോമർ, അത് ചേർമ്പോൾ പെപ്റ്റൈഡ് ഉണ്ടാവും. അത് പ്രോട്ടീൻ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നാണ്. ഓപ്ഷൻ 2 ആണ് ആൻസർ. 10 to 50%, 10 മുതൽ 15%. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 146. എ കോഫാക്ടർ വിച്ച് ഫോം കോർഡിനേഷൻ ബോണ്ട്സ് വിത്ത് സൈഡ് ചെയിൻസ് അറ്റ് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി എൻസൈം കാർബോക്സി പെപ്റ്റഡൈസ് ആൻഡ് വിത്ത് ദ സബ്സ്ട്രേറ്റ്. അത് ഒരു ടൈപ്പ് കോഫാക്ടറാണ്. അത് മെറ്റൽ അയോണിനകത്താണ് വരുന്നത്. കാർബോക്സി പെപ്റ്റഡൈസിനകത്ത് കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന മെറ്റൽ അയോൺ സിങ്ക് ആണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 146ൻ്റെ ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ് 147. അമിനോ ആസിഡ്സ് ഹൂസ് ആർ ഗ്രൂപ്പ് ഈസ് മീഥൈൽ. ആർ എന്ന് പറയുന്ന സൈഡ് ചെയിൻ മീഥൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അലാനിൻ ആണ് അമിനോ ആസിഡ്സ്. 147ൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്.
148 വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ലെവൽ ഈസ് എക്സിബിറ്റഡ് ബൈ DNA ഇൻ വാട്സൺ ക്രിക്ക് മോഡൽ. വാട്സൺ ക്രിക്ക് മോഡൽ ഓഫ് DNA എന്ന് പറയുന്നത് സെക്കൻഡറി സ്ട്രക്ചറിന് എക്സാമ്പിളാണ്. സെക്കൻഡറി സ്ട്രക്ചറാണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 148. നെക്സ്റ്റ് 149 ദ ആസിഡ് സോളുബിൾ ഫൂൾ ഒബ്റ്റൈൻ ഡ്യൂറിങ് കെമിക്കൽ അനാലിസിസ് ഓഫ് ലിവിങ് ടിഷ്യൂ ഓഫ് ആൻ ആനിമൽ വിച്ച് കണ്ടെയ്ൻ ഓൾ ഓഫ് ദി ഫോളോയിങ് എക്സെപ്റ്റ്. ആസിഡ് സോളുബിൾ ഫൂൾ എന്ന് പറയുന്നത് ഫിൽട്രേറ്റാണ്. അതിനകത്ത് എപ്പോഴും ബയോ മൈക്രോ മോളിക്യൂളാണ് കിട്ടുന്നത്. താഴെ തന്നിരിക്കുന്നവ എല്ലാവരും ഉണ്ട്, ഒരാൾ ഒഴികെ. ലൈസിൻ അമിനോ ആസിഡാണ് കിട്ടും. അതുപോലെ ന്യൂക്ലിയോടൈഡാണ് ഗ്വാനിൻ ട്രൈ ന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ്, അതെല്ലാം ബയോ മൈക്രോ മോളിക്യൂളാണ്. ഫ്രക്ടോസും ബയോ മൈക്രോ മോളിക്യൂളാണ്. ആസിഡ് സോളുബിളിൽ കിട്ടാത്ത ഒഴികെയുള്ള ആൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ DNA ആണ്. DNA ബയോ മാക്രോ മോളിക്യൂൾസ് ആണ്. ആൻസർ DNA ആണ്. 149 ഓപ്ഷൻ 4 ആണ്. ഇനി 150ാമത്തെ ക്വസ്റ്റ്യൻ. KM വാല്യൂ ഓഫ് എൻ എൻസൈം ഈസ് ദി, അത് എൻസൈം കൈനറ്റിക്സിനകത്ത് KM വാല്യൂ മൈക്കിലി മെൻഡൻസ് കോൺസ്റ്റൻറ്റ് എന്നാണ് ആ വാല്യൂവിന് പറയുന്നത്. അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് എ കോൺസെൻട്രേഷൻസ് ഓഫ് ദ സബ്സ്ട്രേറ്റ് അറ്റ് വിച്ച് എൻസൈം റിയാക്ഷൻ അറ്റൈൻ ഹാഫ് ഓഫ് ദ മാക്സിമം വെലോസിറ്റി. വി മാക്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. Y ആക്സിനകത്ത് വെലോസിറ്റി, X ആക്സിനകത്ത് എൻസൈം ആക്ടിവിറ്റി എടുത്ത ഗ്രാഫ് ഫ്ലോട്ട് ചെയ്യുമ്പം അത് മാക്സിമം എത്തിച്ചേരും. പിന്നെ ഫർദറായിട്ട് വെലോസിറ്റി റീച്ച് ചെയ്യത്തില്ല. അപ്പം ഈ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ പകുതിയാകും. വെലോസിറ്റി, മാക്സിമം വെലോസിറ്റി ഹാഫായി മാറും. അതാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് അറ്റ് വിച്ച് എൻസൈമാറ്റിക് റിയാക്ഷൻ അറ്റൈൻ ഹാഫ് ഓഫ് ദ മാക്സിമം വെലോസിറ്റി. അതിനെ 1/2 വി മാക്സ് ഓർ വി മാക്സ് ബൈ 2 എന്ന് പറയും. അത് X ആക്സിസിലേക്ക് വരുമ്പോഴത്തേക്ക് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുമ്പം അതൊരു വാല്യൂവിൽ എൻ്റർ ചെയ്യുന്ന നമ്മൾ KM എന്ന് പറയുന്നത്. അത് ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ദാറ്റ്സ് എ കോൺസ്റ്റൻറ്റ്, മൈക്കിലി മെൻഡൻസ് കോൺസ്റ്റൻറ്റ് എന്നാണ് ആ KM വാല്യൂക്ക് പറയുന്ന പേര്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. 150ൻ്റെ ആൻസർ 3 ആണ്. 151 ഐഡൻറ്റിഫൈ ദ സിറ്റർ അയോണിക് ഫോം ഇൻ ദ ഗിവൺ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ് അറ്റ് ഡിഫറെൻറ്റ് pH. അമിനോ ആസിഡ്സ് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുണ്ടാകുന്ന സ്ട്രക്ചറാണ്. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. അപ്പോൾ സിറ്റർ അയോണിക് ഫോംസ് എന്ന് പറയുന്ന ഒരു ബൈപ്പോളർ അയോണാണ്. ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജ്, ഒരു സൈഡിൽ ഒരു പോസിറ്റീവ് ചാർജുമായിട്ട് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഓൺലി B ആണ് സിറ്റർ അയോണിക് ഫോം. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. എ ടോക്സിൻ എമോങ് ദി ഫോളോയിങ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. താഴെ തന്നിരിക്കുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റിൽ ടോക്സിൻ കാറ്റഗറിയിൽ വരുന്ന ആൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിക്സിനാണ്. റിക്സിൻ. ഓപ്ഷൻ 4 ആണ് ആൻസർ. അടുത്തത് ഫാറ്റ് ഹാവ് എ മെൽറ്റിംഗ് പോയിൻറ്റ്. ഫില്ല് ചെയ്യാനാണ്. ഫാറ്റുകൾക്ക് മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് റിമൈൻസ് ആസ് ബി ആയിട്ട് റിമൈൻ ചെയ്യും റൂം ടെമ്പറേച്ചർ. ഓയിൽസ് ഹാവ് C മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് റിമൈൻ D അറ്റ് റൂം ടെമ്പറേച്ചർ. Aയും Bയും Cയും D എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫാറ്റുകൾക്ക് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, അത് സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിൽ. ഓയിൽസിന് മെൽറ്റിംഗ് പോയിൻറ്റ് കുറവായിരിക്കും, അത് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. അത് എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ലിക്വിഡാണ്. അപ്പം A എന്ന് പറയുന്നത് ഹൈയും, B എന്ന് പറയുന്നത് സോളിഡും, C എന്ന് പറയുന്നത് ലോയും, D എന്ന് പറയുന്നത് ലിക്വിഡ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്ട്രക്ചർ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ന്യൂറോൺ. ന്യൂറോണിൻ്റെ പാർട്ടല്ലാത്ത സ്ട്രക്ചർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് നോക്കണം, തെറ്റിക്കരുത്. ന്യൂറോഗ്ലിയ ന്യൂറോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടിഷ്യൂസാണ്. ബാക്കി ആക്സോണും ഡെൻഡ്രൈറ്റ്സും സെൽ ബോഡി എല്ലാം ന്യൂറോണിൻ്റെ പാർട്ടാണ്. അപ്പോൾ ന്യൂറോണിൻ്റെ പാർട്ടല്ലാത്തത് ന്യൂറോഗ്ലിയയാണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. Category of biomolecules which has molecular weight less than 1000 Dalton and but are present in the retinate or acid insoluble fractions. താഴെ തന്നിരിക്കുന്ന കാറ്റഗറിക്കകത്ത് മോളിക്കുലർ വെയ്റ്റ് 1000 താഴെ ഡാൾട്ടണിലാണ് വരുന്നത്. പക്ഷേ അത് റെറ്റിനേറ്റ് ഒരു ആസിഡ് ഇൻസോളുബിൾ ഫ്രാക്ഷൻസിൽ കിട്ടും. ആസിഡ് ഇൻസോളുബിളിൻ്റെ ഫ്രാക്ഷനിലാണ് കിട്ടുന്നത്. അതൊരു എക്സെപ്ഷണൽ കേസാണ്. മോളിക്കുലർ വെയ്റ്റ് 1000 താഴെയാണെങ്കിലും റെറ്റിനേറ്റ് ഓർ ആസിഡ് ഇൻസോളുബിൾ ഫ്രാക്ഷനിൽ കിട്ടുന്ന ബയോ മോളിക്യൂൾസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ മോളിക്യൂൾ ലിപ്പിഡ്സ് ആണ്. അത് എപ്പോഴും എടുത്ത് പറയുന്നതാണ് ലിപ്പിഡ്സിൻ്റെ എക്സെപ്ഷണൽ കേസ്. അത് ലിപ്പിഡ്സിനകത്ത് അതിൻ്റെ സെൽ മെംബ്രെയിൻസ് അജിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് വീസിക്കിൾസ് ആയിട്ട് മാറുക ചെയ്യുന്നത്. ആ വീസിക്കിൾസ് ഈ ആസിഡിൽ ഇൻസോളുബിളായി കിടക്കുന്നതാണ്.
അപ്പോൾ അത് ലിപ്പിഡ്സ് ആണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് 155ൻ്റെ ആൻസർ. നെക്സ്റ്റ് 156, ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് ആർ കെമിക്കലി പ്രോട്ടീൻസ്? താഴെ തന്നിരിക്കുന്നത് എത്ര പേര് കെമിക്കലി പ്രോട്ടീൻസ് ആണ്? കൊളാജൻ പ്രോട്ടീനാണ്, ട്രിപ്സിൻ പ്രോട്ടീനാണ്, ഇൻസുലിൻ പ്രോട്ടീനാണ്, ആൻറ്റിബോഡി പ്രോട്ടീനാണ്, റിസപ്റ്റേഴ്സ് എല്ലാം പ്രോട്ടീനായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് സെല്ലിലേക്ക് GLUT4. അപ്പോൾ എത്ര എണ്ണം ആണ്? 6 തന്നിരിക്കുന്ന ബോക്സിലുള്ള 6 ആൾക്കാരും പ്രോട്ടീനാണ് കെമിക്കലി. അപ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ്, 6. Next, the direct property found in muscle fiber but absence in nerve fiber and enabling muscle fiber to shortens. മസിൽസുകളുടെ മാത്രമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ മസിൽ ഷോർട്ടൻ ചെയ്യുന്നത് കോൺട്രാക്റ്റിലിറ്റി ആണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ, കോൺട്രാക്റ്റിലിറ്റി. നെക്സ്റ്റ് 158, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഹിബിറ്റർ ഈസ് യൂസ്ഡ് ഇൻ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻസ് ഓഫ് സക്സിനിക് ഡീഹൈഡ്രോജനേറ്റ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ഏതാണെന്നാണ് 158ാമത്തെ ക്വസ്റ്റ്യൻസ്. അത് മാലോണേറ്റ് ആണ്, മാലോണേറ്റ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ പഠിക്കുന്നതാണ്. ബാക്ടീരിയൽ ഓർ പാത്തജൻസുകളെ കൺട്രോൾ ചെയ്യാനും കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ഉപയോഗിക്കാറുണ്ട്. 159, the chemical and physical property of amino acids are essentially because of ഒരു അമിനോ ആസിഡിൻ്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൽ അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും അതുപോലെ സൈഡ് ചെയിനായിട്ട് വരുന്ന 6 ഫങ്ഷണൽ ഗ്രൂപ്പുമാണ്. അപ്പോൾ അമിനോ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്സ് ആൻഡ് 6 ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 160, which of the following elements is present in higher concentrations in human body than in earth crust? എർത്ത് ക്രസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഹയർ കോൺസെൻട്രേഷനിൽ കാണുന്ന എലമെൻറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓക്സിജനാണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. സെലക്ട് ദ ക്ലാസസ് ഓഫ് എൻസൈംസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻസ്. സബ്സ്ട്രേറ്റ് ഗ്രൂപ്പുമായി ചേരും, എന്നിട്ട് വേറൊരു സബ്സ്ട്രേറ്റ് ഉണ്ട്, അത് ട്രാൻസ്ഫർ ചെയ്ത് S+S', ആയി മാറും. അപ്പോൾ ട്രാൻസ്ഫറിങ് ഓഫ് ഗ്രൂപ്പിന് സഹായിക്കുന്ന എൻസൈമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ 4 ആണ്. ട്രാൻസ്ഫറൈസസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള എൻസൈമാണ് ഈ റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്നത്. അടുത്തത് 162, മസിൽസ് ഹൂസ് ഫങ്ഷനിങ് ക്യാൻ ബി കോൺസിക്വൻസ്ലി കൺട്രോൾഡ് ഈസ് പ്രസൻസ് ഇൻ. കോൺസിക്വൻസ്ലി കൺട്രോൾഡ് ചെയ്യുന്ന മസിലിൻ്റെ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ് കാണുന്നതെന്ന്. കോൺസിക്വൻസ്ലി കൺട്രോൾ ചെയ്യുന്നത് മസിൽസ് എവിടെയാണ് കാണുന്നത്? അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിൽസ് എന്ന് പറയുമ്പോൾ അത് വോളണ്ടറി മസിൽസ് എന്ന് ഓർക്കണം. വോളണ്ടറി മസിൽ സ്കെലിറ്റൽ മസിൽസ് ആണ്. അതാണ് ആം ആൻഡ് ഫോർ ആം നമ്മുടെ കയ്യിലാണ്, അത് സ്കെലിറ്റൽ മസിൽസ് ആണ്. ഹാർട്ടിലുള്ളത് കാർഡിയാക് മസിൽസ് ആണ്. അതുപോലെ വിസറൽ ഓർഗനിൽ സ്മൂത്ത് മസിൽ, അതെല്ലാം ഇൻവോളണ്ടറി ആണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് സ്കെലിറ്റൽ മസിൽസ് ആണ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. 162 ആം ആൻഡ് ഫോർ ആം, അതാണ് സ്കെലിറ്റൽ മസിൽസ്. അങ്ങനെയും ചോദിക്കുക, അല്ലെങ്കിൽ ഹ്യൂമറസ് ആൻഡ് അൾന എന്നൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ പെൽവിക് ഗേഡിൽ ആൻഡ് പെൽവിക് ഗേഡിൽ ആൻഡ് ഫീമർ ബോൺ അങ്ങനെയൊക്കെ ചോദിക്കുക. അങ്ങനെയൊക്കെ ഓപ്ഷൻ വരും. അപ്പോൾ അത് ലോക്കോമോഷൻസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ആ പാട്ടുകൂടെ അറിഞ്ഞിരിക്കുക. അങ്ങനെ പ്രത്യേകിച്ച് സ്കെലിറ്റൽ മസിൽസ് എന്ന് മാത്രം ചോദിക്കണമെന്നുമില്ല. അതോടൊപ്പം ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്കെലിറ്റൽ മസിൽസ് തന്നും ചോദിക്കാം. അങ്ങനെയും നമ്മൾ ഓർത്തിരിക്കണം. 162 ആൻസർ ഓപ്ഷൻ 3 ആണ്. 163, the type of specialized connective tissues presence in the tip of നോസിൻ്റെ ടിപ്പിൽ, അതുപോലെ എക്സ്റ്റേണൽ ഇയർ, പിന്നെ ഓർ ഇയർ ജോയിൻസിലൊക്കെ കാണുന്ന കണക്റ്റീവ് ടിഷ്യൂസ് കാർട്ടിലേജ് ആണ്. കാർട്ടിലേജ് 163 ആൻസറും 3 ആണ് കാർട്ടിലേജ്. 164, ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ആർ കോമ്പാക്റ്റ്ലി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസിലാണ്. ഫൈബേഴ്സും ഫൈബ്രോബ്ലാസ്റ്റും കോമ്പാക്റ്റ്ലി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 164 ആൻസറും ഓപ്ഷൻ 3 ആണ്. 165, സെലക്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂറോഗ്ലിയ സെൽസ് മേക്കപ്പ് മോർ ദാൻ 1/2 ഓഫ് ദി വോളിയൂം ഓഫ് ന്യൂറൽ ടിഷ്യൂസ് ഇൻ ബോഡി. ശരിയാണ്. ന്യൂറോഗ്ലിയൽ സെൽസ് പ്രൊട്ടക്റ്റ് ആൻഡ് സപ്പോർട്ട് ന്യൂറോൺസ്. ശരിയാണ്. ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഇൻ ന്യൂറോൺ ടിഷ്യൂ ട്രാവൽസ് അലോങ് ദ ലെന്ത് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ന്യൂറോഗ്ലിയ സെൽസ്. അല്ലതാ ന്യൂറോൺസിൻ്റെ ആക്സോണൽ മെംബ്രെയിനാണ് ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ്.
ഉണ്ടാക്കുമ്പോൾ അത് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 165 3 ആണ്, അതാണ് ഇൻകറക്റ്റ്, അത് തെറ്റാണ്. ഡെൻഡ്രൈറ്റ്സ് ക്യാരി നെർവ് ഇമ്പൾസ് ടുവേഴ്സ് ദ സെൽ ബോഡി, സെൽ ബോഡിയിലേക്ക് ഇമ്പൾസസുകളെ ക്യാരി ചെയ്യുന്നതാണ് ഡെൻഡ്രൈറ്റ്സ്, അതും ശരിയാണ്. അപ്പോൾ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. The dry surface of the skin and moist surface of buccal cavity is lined by compound epithelial tissues വെച്ചാണ്. ഫാരിങ്സിൻ്റെ ഡക്റ്റ് ഓഫ് ഇന്നർ ലൈനിങ് ഓഫ് പാങ്ക്രിയാറ്റിക് ഡക്റ്റ്, അതുപോലെ ബക്കൽ ക്യാവിറ്റിയും മോയിസ്റ്റ് സർഫസോ ഡ്രൈ സർഫസ് ഓഫ് സ്കിന്നൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്, ലൈൻഡ് ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉപയോഗിച്ചാണ്. അപ്പോൾ 166 ആൻസർ 3 ആണ്. Which of the following cell junction permits the passage of ion between adjacent cell? അടുത്തടുത്തുള്ള സെൽസുകൾ തമ്മിൽ അയോൺസുകളുടെ പാസേജ് അനുവദിക്കുന്ന സെൽ ജംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സൈറ്റോപ്ലാസവുമായിട്ട് കണക്ട് ചെയ്തിട്ട് റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺസുകൾക്ക് അതുപോലെ സ്മാൾ മോളിക്യൂൾ ബിഗ് മോളിക്യൂൾസിനൊക്കെ സഹായിക്കുന്ന സെൽ ജംഗ്ഷൻ ഗ്യാപ്പ് ജംഗ്ഷനാണ്. അപ്പോൾ 167 ആൻസർ 3 ആണ്, ഗ്യാപ്പ് ജംഗ്ഷൻ. 168 ദ സെൽ സെക്രീറ്റിംഗ് ദ ഫൈബേഴ്സ് ഓഫ് സ്ട്രക്ചറൽ പ്രോട്ടീൻ ആർ ആബ്സെൻസ് ഇൻ. എല്ലാ കണക്റ്റീവ് ടിഷ്യൂസ് എക്സെപ്റ്റ് ഒരാൾ ഒഴികെ ബാക്കി എല്ലാ കണക്റ്റീവ് ടിഷ്യൂസും സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആയിട്ടുള്ള ഫൈബ്രോബ്ലാസ്റ്റ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ ഒഴികെയാണ്, അങ്ങനെയാണ് NCERT പറഞ്ഞിരിക്കുന്നത്. അതൊരു എക്സെപ്ഷണൽ കേസാണ്. ഓൾ കണക്റ്റീവ് ടിഷ്യൂസ് എക്സെപ്റ്റ് ബ്ലഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ സെൽ സെക്രീറ്റിംഗ് ഫൈബേഴ്സ് ഓഫ് സ്ട്രക്ചറൽ പ്രോട്ടീൻ ആർ ആബ്സെന്റ്. ആ കാണാത്തത് എവിടെയാണെന്നാണ് അതിൻ്റെ ആൻസർ. എവിടെയാണ്? ബ്ലഡാണ്. 168 ആൻസർ 2 ആണ്. ബ്ലഡ് ഒഴികെയുള്ള എല്ലാ കണക്റ്റീവ് ടിഷ്യൂസും ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യും. The excess of nutrients that are not used immediately are mainly stored in. എക്സസ് ന്യൂട്രിയൻസ് വന്നാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യത്തില്ല. അതെവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? അഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂസിലാണ്. അഡിപ്പോസ് ഓപ്ഷൻ 2 ആണ്. അഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂസ് ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, എക്സസ് ഫാറ്റൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. ന്യൂട്രിയൻസ് വന്നാൽ അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. 170 ഓൾ ഓഫ് ദി ഫോളോയിങ് ആർ ന്യൂക്ലിയോസൈഡ്സ്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യേണ്ടതാണ്. താഴെ തന്നിരിക്കുന്നവ എല്ലാവരും ന്യൂക്ലിയോസൈഡാണ് എക്സെപ്റ്റ് ഒരാൾ ഒഴികെ. അഡിനോസിൻ, അഡിനിൻ പ്ലസ് പെൻഡോസ് ഷുഗർ, അഡിനോസിൻ കറക്റ്റാണ്, ന്യൂക്ലിയോസൈഡാണ്. ഗ്വാനോസിൻ, ഗ്വാനിൻ പ്ലസ് പെൻഡോസ് ഷുഗർ, ഗ്വാനോസിൻ കറക്റ്റാണ്. നൈട്രജൻ ബേസും പെൻഡോസ് ഷുഗറും കൂടെ ചേരുമ്പോഴാണ് ന്യൂക്ലിയോസൈഡ് ഉണ്ടാകുന്നത്. സൈറ്റോസിൻ, സൈറ്റോസിൻ നൈട്രജൻ ബേസാണ്, അത് ന്യൂക്ലിയോസൈഡ് അല്ല. ന്യൂക്ലിയോസൈഡിൻ്റെ പേര് സൈറ്റിഡിൻ ആണ്. തൈമിഡിൻ, അതും കറക്റ്റാണ്. അപ്പം ഇവിടെ ന്യൂക്ലിയോസൈഡ് അല്ലാത്ത ആൾ ആരാണ്? സൈറ്റോസിനാണ്. സൈറ്റോസിൻ നൈട്രജൻ ബേസാണ്. ന്യൂക്ലിയോസൈഡിൻ്റെ പേര് സൈറ്റിഡിൻ എന്നാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ന്യൂക്ലിയോസൈഡാണ് എല്ലാവരും, ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ന്യൂക്ലിയോസൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 ആണ്. 170 ൻ്റെ ആൻസർ അയാൾ സൈറ്റോസിൻ. സൈറ്റോസിൻ ന്യൂക്ലിയോസൈഡ് അല്ല, അത് നൈട്രജൻ ബേസാണ്. ബാക്കിയെല്ലാം ന്യൂക്ലിയോസൈഡാണ്. 171 സെലക്ട് ഓപ്ഷൻ ഇൻക്ലൂഡിങ് കോമ്പൗണ്ട്സ് ഹാവിങ് ബോത്ത് കാർബണൈൽ ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. കാർബണൈൽ ഗ്രൂപ്പ് CO ഗ്രൂപ്പും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പും രണ്ടും വരുന്ന ഓപ്ഷൻസ്. ഗ്ലിസറോൾ ആൻഡ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിനകത്ത് കാർബണൈൽ ഗ്രൂപ്പും ഉണ്ട്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഉണ്ട്. ഗ്ലിസറോൾ ആൽക്കഹോളാണ്, ആൽക്കഹോളിക് ഗ്രൂപ്പ് OH ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് അത് ഐസോമറാണ്, കറക്റ്റ്. അത് രണ്ടിനകത്തും കാർബണൈൽ ഗ്രൂപ്പും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ 171 ആൻസർ 2 ആണ്. ലസിത്തിനകത്ത് കാർബണൈൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ട്രൈഹൈഡ്രോക്സി പ്രൊപ്പൈൻസിനകത്ത് ആൽക്കഹോൾ ഗ്രൂപ്പേ ഉള്ളൂ. അപ്പോൾ രണ്ടിനകത്തും ഗ്ലൂക്കോസും ഫ്രക്ടോസിനകത്തും കാർബണൈൽ ഗ്രൂപ്പ് CO ഗ്രൂപ്പും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പും വരും. അപ്പോൾ ഓപ്ഷൻ 2 ആണ്. 171 ആൻസർ. 172 റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീനേഷ്യസ് ഇൻ നേച്ചർ. തെറ്റാണ്, എക്സെപ്റ്റ് റൈബോസൈം. റൈബോസൈം എന്ന് പറയുന്നത് എന്താണ്? റൈബോസൈം എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡാണ്. ന്യൂക്ലിക് ആസിഡ് എൻസൈമായിട്ട് ബിഹേവ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ് റൈബോസൈം. അപ്പോൾ റൈബോസൈം ഒഴികെയുള്ള എൻസൈമുകൾ മാത്രമേ പ്രോട്ടീനേഷ്യസ് ഉള്ളൂ. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീനേഷ്യസ് ഇൻ നേച്ചർ. തെറ്റാണ്. The enzyme majorly exhibit a quaternary structure which lack secondary and primary structure in any condition. തെറ്റാണ്. പ്രൈമറിയും സെക്കൻഡറിയും ടെറിഷ്യറിയും ക്വാട്ടർണറിയും എല്ലാ സ്ട്രക്ചറുകളും എൻസൈം കാണിക്കുന്നുണ്ട്, അല്ലാതെ ക്വാട്ടർണറി സ്ട്രക്ചർ മാത്രമല്ല കാണിക്കുന്നത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. 172 ആൻസർ ഓപ്ഷൻ 1 ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് A and B ആർ ഇൻകറക്റ്റ്.
the proteinaceous amino acids in which R group could be a hydrogen. അമിനോ ആസിഡിനകത്ത് ആർ എന്ന് പറയുന്ന സൈഡ് ചെയിനോന് പകരം ഹൈഡ്രജൻ ആറ്റം വന്നാൽ ദാറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്, ദാറ്റ് ഈസ് ഗ്ലൈസിൻ. അപ്പോൾ 173ൻ്റെ ആൻസർ 3 ആണ്, ഗ്ലൈസിനാണ്. അതിന് പകരം മീഡിയൽ ഗ്രൂപ്പ് വന്നാൽ അലാനിനാണ്. CH2OH ഓർ ഹൈഡ്രോക്സി മീഡിയൽ ഗ്രൂപ്പ് വന്നാൽ അത് സെറീനാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആറിന് പകരം ഹൈഡ്രജൻ വന്നാൽ ആ അമിനോ ആസിഡ് ഗ്ലൈസിനാണ്. ഓപ്ഷൻ 3 ആണ്. 174. Read the statements and choose the correct options. Fill in the blanks A and B. The bone cells present in lacunae called bone cells കാണുന്ന ലാക്വിനയുടെ പേര് osteoblast, and whereas the cartilage cells are present in the lacunae called B. B എന്ന് പറയുന്നത് എയും ബിയും ഫില്ല് ചെയ്യാനാണ്. A എന്ന് പറയുന്നത് ഓസ്റ്റിയോസൈറ്റ്. എ എന്ന് പറയുന്നത് ഓസ്റ്റിയോസൈറ്റ്, ബോൺ ഫോമിങ് സെൽസ് ആണ്. ബോൺ ഫോമിങ് സെൽസിന് പറയുന്ന പേര് ഓസ്റ്റിയോസൈറ്റ് എന്നാണ്, ബോൺ. അതുപോലെ കാർട്ടിലേജ് ഫോമിങ് സെൽസിൻ്റെ പേര് കോൺട്രോസൈറ്റ്സ് എന്നാണ്. തെറ്റരുത്, ഓസ്റ്റിയോബ്ലാസ്റ്റി എന്നാണ് ഓസ്റ്റിയോസൈറ്റ്സ്. അപ്പോൾ ബോൺ ഫോമിങ് സെൽസ്, ബോൺ ഉണ്ടാകുന്ന സെല്ല് ഓസ്റ്റിയോസൈറ്റ് ആണ്, ഓസ്റ്റിയോസൈറ്റ്. തെറ്റിക്കരുത്, തിരിഞ്ഞു പോകരുത്. അതുപോലെ കാർട്ടിലേജ് ഫോമിങ് സെൽസ് കോൺട്രോസൈറ്റ്സുമാണ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. എ ഓസ്റ്റിയോസൈറ്റ്സ് ആൻഡ് ബി കോൺട്രോസൈറ്റ്. ബി കോൺട്രോസൈറ്റ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ ആർ എക്സാമ്പിൾസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്? താഴെ തന്നിരിക്കുന്ന ബോക്സിനകത്ത് എത്ര പേര് കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? കാർട്ടിലേജ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസാണ്, ബോണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസാണ്, ടെൻഡനും ലിഗമെൻസും ഒക്കെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസാണ്, കറക്റ്റാണ്. ന്യൂറോഗ്ലിയ കണക്റ്റീവ് ടിഷ്യൂസ് അല്ല, അത് ന്യൂറൽ ടിഷ്യൂസാണ്. ലിംബും ഒരു കളർലെസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂസാണ്. അപ്പോൾ 1, 2, 3, 4, 5 5 പേരും കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിളാണ്. അപ്പോൾ 175ൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. 5 ആളും കണക്റ്റീവ് ടിഷ്യൂസാണ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യണം. ഓൾ വോളണ്ടറി മസിൽസ് ആർ അൺസ്ട്രൈപ്ഡ്. എല്ലാ വോളണ്ടറി മസിൽസുകളും അൺസ്ട്രൈപ്ഡ് ആണ്. വോളണ്ടറി മസിൽസ് നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന മസിൽ, അത് സ്കെലിറ്റൽ മസിൽസ് ആണ്. അത് അൺസ്ട്രൈപ്ഡ് അല്ല, സ്ട്രൈപ്ഡ് ആണ്. സ്ട്രൈപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റഡ് എന്നതിൻ്റെ മറ്റൊരു പേരാണ്, നോൺ സ്ട്രേറ്റഡിൻ്റെ മറ്റൊരു പേരാണ് അൺസ്ട്രൈപ്ഡ്. അപ്പോൾ അത് തെറ്റാണ്, അത് തെറ്റാണ്. ഓൾ അൺസ്ട്രൈപ്ഡ് മസിൽസ് ആർ ഇൻവോളണ്ടറി, കറക്റ്റാണ്. അതായത് സ്ട്രേഷൻസ് ഇല്ലാത്ത നോൺ സ്ട്രേറ്റഡ് മസിൽസ് ഇൻവോളണ്ടറി ആണ്. എല്ലാ അൺസ്ട്രൈപ്ഡ് മസിൽസുകളും ഇൻവോളണ്ടറി ആണ്. അത് സ്മൂത്ത് മസിൽസ് ആണ്, സ്മൂത്ത് മസിൽസ്, കറക്റ്റ്. സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വിസറൽ മസിൽസുകൾ അത് അൺസ്ട്രൈപ്ഡ് ആണ്, സ്ട്രേഷൻസ് ഇല്ല, അത് ഇൻവോളണ്ടറി ആണ്, നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. അടുത്തത്, ഓൾ സ്ട്രൈപ്ഡ് മസിൽസ് ആർ വോളണ്ടറി. എല്ലാ സ്ട്രേറ്റഡ് മസിൽസും വോളണ്ടറി ആണോ? അല്ല. സ്കെലിറ്റൽ മസിൽസ് മാത്രമേ ഉള്ളൂ വോളണ്ടറി. സ്ട്രേറ്റഡ് ആയിട്ടുള്ള കാർഡിയാക് മസിൽസ് ഇൻവോളണ്ടറി ആണ്. അപ്പോൾ അത് തെറ്റാണ്. ഓൾ ഇൻവോളണ്ടറി മസിൽസ് ആർ സ്ട്രൈപ്ഡ്. എല്ലാ ഇൻവോളണ്ടറി മസിൽസും സ്ട്രൈപ്ഡ് അല്ല. സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുന്നത് സ്ട്രേറ്റഡ് മസിൽസാണ്. ഓൾ ഇൻവോളണ്ടറി മസിൽസ് ആർ സ്ട്രൈപ്ഡ്. എല്ലാ ഇൻവോളണ്ടറി മസിൽസുകളും സ്ട്രൈപ്ഡ് ആണ്. ഇച്ചയ്ക്ക് എല്ലാ ഇൻവോളണ്ടറി മസിൽസും സ്ട്രൈപ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. സ്മൂത്ത് മസിൽസുകൾ സ്ട്രൈപ്ഡ് അല്ല, അൺസ്ട്രൈപ്ഡ്, അത് ഇൻവോളണ്ടറി ആണ്. പക്ഷേ കാർഡിയാക്ക് മസിൽസ് ഇൻവോളണ്ടറി ആണ്, അത് സ്ട്രൈപ്ഡ് ആണ്. പക്ഷേ ഇവിടെ ഓൾ എന്ന് പറഞ്ഞു, അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വേണം എഴുതാനായിട്ട്. അൺസ്ട്രൈപ്ഡ് എന്ന് പറഞ്ഞാൽ നോൺ സ്ട്രേറ്റഡ് ആണ്, സ്ട്രൈപ്ഡ് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റഡ് ആണ്. അത് രണ്ടും ഓർത്തിരിക്കണം, അപ്പം കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. എല്ലാ അൺസ്ട്രൈപ്ഡ് മസിൽസുകളും ഇൻവോളണ്ടറി ആണ് എന്ന് പറഞ്ഞാൽ ഓൾ സ്മൂത്ത് ഓർ വിസറൽ മസിൽസ് ഓർ നോൺ സ്ട്രേറ്റഡ് മസിൽസ് ആർ ഇൻവോളണ്ടറി. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 176. അടുത്ത 177. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദി ഫോളോയിങ്സ് ആർ സെക്രീറ്റഡ് ബൈ മാസ്റ്റ് സെൽ എക്സെപ്റ്റ്. താഴെ പറയുന്ന എല്ലാം മാസ്റ്റ് സെൽ സെക്രീറ്റ് ചെയ്യും. ഹിസ്റ്റമിൻ, ഹെപ്പാരിൻ, സെറാട്ടോണിൻ ഒന്നൊഴികെ. ആൻറ്റിബോഡി മാസ്റ്റ് സെൽസിൻ്റെ സെക്രീഷൻ അല്ല. അപ്പോൾ 177ൻ്റെ ആൻസർ 4 ആണ്. അടുത്ത 178. മോസ്റ്റ് ഓഫ് ദി എൻസൈം ഗെറ്റ് ഡാമേജ്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ എബവ് 40 ഡിഗ്രി സെൽഷ്യസ്.
ഒപ്റ്റിമം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഡാമേജ്ഡ് ആവും. ഹൗവർ എൻസൈം ഐസൊലേറ്റഡ് ഫ്രം ഓർഗാനിസം ഓർ തെർമോഫിലിക് ഓർഗാനിസം and who normally have under the extremely high temperature can retain their catalytic power and even at higher temperature up to അതൊരു സ്പെഷ്യൽ കേസാണ്. തെർമോഫിലിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനകത്ത് ടെമ്പറേച്ചർ ഒപ്റ്റിമം ടെമ്പറേച്ചർ 40 ഡിഗ്രീസിൽ അധികരിച്ച് അവിടെയും ആ എൻസൈം ആക്ടിവിറ്റി കാണിക്കാറുണ്ട്. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ അപ് ടു 80 to 90 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 178ൻ്റെ ആൻസർ 1 ആണ്, ഓപ്ഷൻ 1. അടുത്തത് എപ്പിത്തീലിയം ദാറ്റ് പ്ലേ ലിമിറ്റഡ് റോൾ ഇൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ലിമിറ്റഡ് റോള് ഉള്ള സെക്രീഷൻസിനകത്ത് അബ്സോർപ്ഷൻസിൽ ലിമിറ്റഡ് റോളുള്ള എപ്പിത്തീലിയം അത് കോമ്പൗണ്ട് എപ്പിത്തീലിയം, ഓപ്ഷൻ 4 ആണ്, ഓപ്ഷൻ 4 ആണ്. അടുത്തത് 180. റീഡ് ദ ഫോളോയിങ് given statements and choose the correct option with respect to chemical analysis of living tissues. ലിവിങ് ടിഷ്യൂസിലെ കെമിക്കൽ അനാലിസിസുമായിട്ട് സംബന്ധിച്ച് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. റെറ്റിൻറ്റേറ്റ് ഈസ് ദ ആസിഡ് സോളുബിൾ ഫ്രാക്ഷൻ, അല്ല ആസിഡ് ഇൻസോളുബിൾ ഫ്രാക്ഷൻ ആണ് റെറ്റിൻറ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ബി ഫിൽട്രേറ്റ് ഈസ് ആസിഡ് ഇൻസോളുബിൾ ഫ്രാക്ഷൻ, തെറ്റാണ്, അത് ആസിഡ് സോളുബിൾ ഫ്രാക്ഷൻ ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻസ് 1 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 1. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സും ഇൻകറക്റ്റ് ആണ്, ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു.